16ാമത് അങ്ങാടിക്കൽ മലയിൽ ഐക്യ ക്രിസ്തീയ കൺവെൻഷനിലേക്ക് കടന്നു വരുവാൻ സർവശക്തനായ ദൈവം എനിക്ക് തന്ന ഈ ഭാഗ്യത്തിനും പദവിക്കുമായി ആദ്യമായി ഉന്നതനും ശ്രേഷ്ഠനും മഹോന്നതനും അത്ഭുത മന്ത്രിയും വീരനാം ദൈവവും നിത്യപിതാവും സമാധാനപ്രഭുമായ ദൈവത്തിന് 1000 നന്ദികൾ ഞാൻ കരയറ്റിട്ട്. രണ്ടാമതായിട്ട് ഈ കൺവെൻഷനിലേക്ക് എന്നെ ക്ഷണിച്ച എല്ലാ ഭാരവാഹികൾക്കും, പ്രത്യേകിച്ച് എന്നെ ഫോണിൽ കൂടെ ക്ഷണിച്ച പ്രിയപ്പെട്ട അജയ് സഹോദരനും ഈ കൺവെൻഷൻ്റെ കൺവീനറിനും എല്ലാ സംഘാടകർക്കും എന്നെ നന്ദിയും സ്നേഹവും അറിയിക്കുകയും ചെയ്യട്ടെ. പ്രത്യേകിച്ച് ഇന്ന് സ്റ്റേജിൽ ഉപവിഷ്ടരായിരിക്കുന്ന ബഹുമാനപ്പെട്ട അച്ഛന്മാർ ഈ കൺവെൻഷൻ വളരെ ഭംഗിയായ രീതിയിൽ നല്ല വാക്കുകൾ കൊണ്ട് ഉദ്ഘാടനം ചെയ്ത ടൈറ്റസ് തോമസ് അച്ഛൻ, അതുപോലെ തന്നെ ഇവാഞ്ചലിക്കൽ സഭയുടെ തൻ്റെ അച്ഛനായിരിക്കുന്ന പ്രിയപ്പെട്ട ഞങ്ങളുടെ വർഗീസ് അച്ഛന്, അതുപോലെ തന്നെ സുവിശേഷകന് ബിജു സി ചാക്കോ, അതുപോലെ തന്നെ ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ സഭകളിലെയും വിശ്വാസി ജനമേ, എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കട്ടെ. നമ്മുടെ ചിന്തയ്ക്കായിട്ട് റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം വായിക്കാം. ആരെങ്കിലും ഒരാളെ മൈക്കിൽ കൂടെ വായി സഹായിക്കാമെങ്കിൽ ഉപകാരമായിരിക്കും. റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം, റോമൻസ് ചാപ്റ്റർ 8:1. ആരെങ്കിലും ഒരാൾ ശബ്ദം ഉയർത്തി വായിച്ച് സഹായിച്ചു. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുയേശുവിൽ നിന്ന് സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. മതി, തലകളെ വണക്കം പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവാൽ നിറയ്ക്കാം, അനുദിനം എന്നെ പറയണേ. പരിശുദ്ധാത്മാവാൽ നിറയ്ക്കാം, അനുദിനം എന്നെ പറയണേ. തിരുവേലയെ തികച്ചിടുവാൻ നൽവരങ്ങളെ നൽകിയിടുക. തിരുവേലയെ തികച്ചിടുവാൻ നൽവരങ്ങളെ നൽകിയിടുക. സർവനന്മകൾക്കും സർവദാനങ്ങൾക്കും ഉറവിടമാ എന്നേശുവേ. സർവദാനങ്ങൾക്കും ഉറവിടമാ എന്നേശുവേ. അങ്ങേ ഞാൻ സ്തുതിച്ചിടുന്നു ദിനവും പരനെ നന്ദിയാ. അങ്ങേ ഞാൻ സ്തുതിച്ചിടുന്നു ദിനവും പരനെ നന്ദിയാ. വാഴ്ത്തപ്പെട്ട ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ ക്രിസ്തീയ കൺവെൻഷനില് അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനായി നന്ദിയോടെ സ്തോത്രം. കർത്താവെ, 16 നീണ്ട വർഷങ്ങളില് ഈ പ്രദേശത്ത് ഈ കൺവെൻഷൻ അനുഗ്രഹമായി നടത്തുവാൻ സർവകൃപാലുവായ ദൈവം കൃപ ചൊരിഞ്ഞതിനായി നന്ദിയോടെ സ്തുതിക്കുന്നു. അനേക ഹൃദയങ്ങൾക്ക് ആശ്വാസവും ധൈര്യവും പ്രത്യാശയും ശക്തിയും പ്രോത്സാഹനവും നൽകിയ ഈ ദൈവവചന ഘോഷണ സന്ദേശങ്ങൾക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു. അങ്ങയുടെ വചനം ഞങ്ങളുടെ കാലിന് ദീപവും ഞങ്ങളുടെ പാതയ്ക്ക് പ്രകാശവുമായിരിക്കാൻ സ്തുതിക്കുന്നു. അങ്ങയുടെ വചനം തേനിനേക്കാളും തേൻകട്ടേക്കാളും മധുരമേറിയ വചനമായിരിക്കാൻ സ്തുതിക്കുന്നു. ഞങ്ങളുടെ അങ്ങാക്കിന് മധുരം നൽകുന്ന വചനമായിരിക്കാൻ സ്തുതിക്കുന്നു. അങ്ങയുടെ വചനം ചുറ്റികയായിരിക്കാൻ സ്തോത്രം, കണ്ണാടിയായിരിക്കാൻ സ്തോത്രം. കർത്താവേ, വിത്തായിരിക്കാൻ സ്തുതിക്കുന്നു. ഈ വചനത്തിന് മുമ്പാകെ ഞങ്ങൾ ഇരിക്കുമ്പോ കർത്താവേ, അവിടുത്തെ വചനം കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. മനുഷ്യമായ ശബ്ദങ്ങൾ ഞങ്ങളെ നിരാശപ്പെടുത്തുമ്പോ സ്വർഗീയ ശബ്ദങ്ങൾ ഞങ്ങളെ ഹല്ലേലൂയ ശക്തിപ്പെടുന്ന നശങ്ങളായിരിക്കാൻ സ്തുതിക്കുന്നു. കർത്താവേ, അങ്ങയുടെ വചനങ്ങൾ കൊണ്ട് ഞങ്ങളെ ഈ രാത്രികാലം ശക്തിപ്പെടുത്തണമേ. വചനം അങ്ങയുടേതാണ്, അടിയങ്ങൾ അങ്ങയുടേതാണ്, അടിയൻ അങ്ങയുടേതാണ്. അടിയങ്ങളോട് സംസാരിക്കണം. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നത്
കൃപയോട് കേൾക്കുമാറാകണമേ. ആമേൻ. ഒരിക്കല് ഒരു അധ്യാപകന് ലോകത്തിന്റെ ഒരു മാപ്പ് എടുത്ത് അത് 50 പീസായിട്ട് വലിച്ചു കീറി തന്റെ വിദ്യാർത്ഥികളെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, ഈ മാപ്പ് ഏത് രൂപത്തിലായിരുന്നോ ആ രൂപത്തിലേക്ക് തിരികെ കൊണ്ടുവരണം. ലോകത്തിന്റെ മാപ്പ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഭൂഖണ്ഡങ്ങൾ തന്നെയുണ്ട് 7. ഈ ഭൂഖണ്ഡങ്ങളിൽ തന്നെയുള്ള സ്ഥലങ്ങളില് അമേരിക്ക എവിടെ കിടക്കുന്നു, ന്യൂസിലാൻഡ് എവിടെ കിടക്കുന്നു, ഓസ്ട്രേലിയ എവിടെ കിടക്കുന്നു, ഫിൻലൻഡ് എവിടെ കിടക്കുന്നു, അതുപോലെ തന്നെ അഫ്ഗാനിസ്ഥാൻ, കസാഖിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, റഷ്യ എന്ന് വേണ്ട ലോകത്തിലെ നമുക്ക് തന്നെ അറിയപ്പെടാത്ത 200-ൽ പരം രാജ്യങ്ങൾ കിടക്കുന്ന ഒരു മാപ്പ് 50 പീസുകളായിട്ട് വലിച്ചു കീറിയിട്ട് പറഞ്ഞു അത് തിരിച്ച് അതിന്റെ ഓർഡറിലേക്ക് കൊണ്ടുവരുവാൻ. വിദ്യാർത്ഥികൾ തിരിച്ചു നോക്കി, ഇന്ത്യ കണ്ടുപിടിച്ചു. ഇന്ത്യ അടുത്ത് ഏതായാലും പാകിസ്ഥാനോ അഫ്ഗാനിസ്ഥാനോ ഉണ്ട്, അത് ഒട്ടിച്ചു വെച്ചു. ശ്രീലങ്ക അല്പം ദൂരമാണ്, അതൊന്ന് അങ്ങോട്ട് മാറ്റി വെച്ചു. ബാക്കിയൊന്നും ഒട്ടിക്കാനായിട്ട് സാധിക്കുന്നില്ല. ഓസ്ട്രേലിയ അടുത്ത് ഏത് രാജ്യമായിരിക്കുന്നത്, ന്യൂസിലൻഡിന്റെ അടുത്ത് ഏത് രാജ്യമായിരിക്കുന്നത്, അന്റാർട്ടിക്കയുടെ അടുത്ത് ഏത് രാജ്യമായിരിക്കുന്നത്, അമേരിക്കൻ ഭൂഖണ്ഡങ്ങളിൽ ഏതൊക്കെ രാജ്യങ്ങളുണ്ട്. അവർക്ക് ആകെപ്പാട് പ്രയാസമായി. ഒരു 10-15 മിനിറ്റോളം ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടിക്കാൻ നോക്കിയിട്ട് ലോകത്തിന്റെ മാപ്പ് ശരിയാകുന്നില്ല. അധ്യാപകർ പറഞ്ഞു, സാറേ ഇത് പ്രയാസമുള്ള കാര്യമാണ്, ലോകത്തിന്റെ മാപ്പ് 50ആയിട്ട് കീറി ഞങ്ങളെ ഏൽപ്പിച്ചിട്ട് ഇത് തിരികെ വെക്കാൻ പറഞ്ഞ ഞങ്ങൾ എങ്ങനെ വെക്കാനാ അധ്യാപക എന്ന് ഈ വിദ്യാർത്ഥികള് അധ്യാപകനോട് ചോദിച്ചു. ശ്രമിക്കീൻ, യു ട്രൈ അഗൈൻ, നിങ്ങൾ വീണ്ടും പരിശ്രമിച്ചുകൊണ്ടിരിപ്പൻ എന്ന് വീണ്ടും വീണ്ടും അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നു. അവസാനം ഒരു ചെറുപ്പക്കാരൻ, ഒരു വിദ്യാർത്ഥി ഈ മാപ്പിന്റെ മറ്റേ സൈഡ് ഒന്ന് നോക്കി. ആ സൈഡ് നോക്കിയ അവസരത്തില് ഒരു മനുഷ്യന്റെ തലയുടെ ഒരു ഭാഗം കണ്ടു, ഒരു ചെവി ഇരിക്കുന്നത് ഇവൻ കണ്ടു. അപ്പോൾ ഇവൻ ഒരു ചിന്ത, ഈ ഒരു ചെവി ഉണ്ടെങ്കിൽ അതിനപ്പുറത്ത് മറ്റൊരു ചെവിയുടെ കാണും. അതുകൊണ്ട് അവൻ അടുത്ത ചെവി അന്വേഷിച്ചു, അത് കണ്ടുകിട്ടി. അപ്പോൾ ഏകദേശം ഒരു തലയുടെ രൂപം അവന് കിട്ടി. ഉടനെ അവന് ചിന്ത വന്നു, അങ്ങനെ ഒരു തലയുണ്ടെങ്കിൽ ഒരു കൈ കാണും, ഒരു ഉടല് കാണും, ഒരു കൈ കാണും, ഒരു കാല് കാണും, ശരീരഭാഗങ്ങൾ കാണും. അവനെല്ലാം തിരിച്ചു വെച്ച് നോക്കിയപ്പോ മനുഷ്യന്റെ വിവിധ ശരീരഭാഗങ്ങൾ അവനെ കണ്ടുപിടിച്ചു. എന്നിട്ട് അവൻ മിടുക്കനായിട്ട് അത് മുഴുവനും മനുഷ്യന്റെ രൂപം എങ്ങനെയുണ്ട് അത് തിരിച്ചു വെച്ചിട്ട് ഒന്നോട് ചേർത്ത് ഒട്ടിച്ചിട്ട് ആ മാപ്പ് തിരിച്ചു വെച്ചപ്പോൾ ലോകത്തിന്റെ മാപ്പും ശരിയായി. അധ്യാപകനോട് പറഞ്ഞു, സാറേ യുറേഖ, ഞങ്ങൾ കണ്ടുപിടിച്ചു, ലോകത്തിന്റെ മാപ്പ് ഞങ്ങൾ കണ്ടുപിടിച്ചെന്ന് പറഞ്ഞു. അധ്യാപകൻ ചോദിച്ചു, നിങ്ങൾ ഈ നീണ്ട 1 മണിക്കൂർ അധ്വാനത്തിന് ശേഷം നിങ്ങൾ ഈ മാപ്പ് ശരിയാക്കിയപ്പോ എന്തെങ്കിലും ധാർമ്മികമായിട്ടുള്ളൊരു പാഠം നിങ്ങൾ പഠിച്ചോ? അവർ പറഞ്ഞു, ഇല്ല സാറേ, ഞങ്ങളെ സാറ് ബുദ്ധിമുട്ടിച്ചു, ആ പാഠം ഞങ്ങൾ പഠിച്ചു. സാറുമാരെല്ലാം ബുദ്ധിമുട്ടിക്കുന്നവരാണെന്നും ഞങ്ങൾ പഠിച്ചു. അതുകൊണ്ട് സാറ് വല്ലതും ഉണ്ടേ പറയാൻ പറഞ്ഞു. സാറ് പറഞ്ഞു, മക്കളെ, ലോകം നന്നാകണമെന്നുണ്ടെങ്കിൽ ആദ്യം ആര് നന്നാകണം? മനുഷ്യൻ നന്നാകണം. നിങ്ങൾ ആദ്യം മനുഷ്യനെയല്ലേ ശരിയാക്കിയത്, അന്നേരം അല്ലയോ ലോകത്തിന്റെ മാപ്പ് ശരിയായത്. ലോകത്തിൽ നന്നാകണമെന്നുണ്ടെങ്കിൽ, രാജ്യങ്ങൾ നന്നാകണമെന്നുണ്ടെങ്കിൽ ആര് നന്നാകണം? ആദ്യം മനുഷ്യൻ നന്നാകണം. 16ാമത് ഐക്യ ക്രിസ്തീയ കൺവെൻഷൻ കഴിഞ്ഞ 16 വർഷങ്ങൾ നടത്തുന്നതിന് പിന്നിൽ ഒരേ ഒരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ. നാം ഒക്കെ നന്നായി ദൈവസന്നിധിയിൽ പൂർണ്ണതയുള്ളവരായി കർത്താവിന്റെ കാഹളധ്വനിയിൽ എഴുന്നേറ്റ് നിന്ന് അവനെ എഴുന്നേൽക്കണം. പ്രൈസ് ദി ലോർഡ്. അവനെ എതിരേൽക്കണം. അതാണല്ലോ എല്ലാ കൺവെൻഷനുകളുടെ ഉദ്ദേശം. എല്ലാ കൺവെൻഷനുകളുടെ ഉദ്ദേശം അത് തന്നെയാണ്. കർത്താവിന്റെ ധ്വനി കേൾക്കാൻ സമയമായി, രാജാതിരാജാവായി കർത്താവായി മേഘങ്ങളുടനായി വരാൻ പോകുന്ന കർത്താവിന് വേണ്ടി ഒരുങ്ങുവാൻ അച്ഛനെ ഓർപ്പിച്ചതുപോലെ നമ്മുടെ ചിറകുകളിൽ എന്തെങ്കിലും പൊടിപടലങ്ങൾ പറ്റിയിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും ജീവിതത്തിൽ കുറവുകളുണ്ടെങ്കിൽ അതിനെയൊക്കെ ഓരോ കൺവെൻഷനിൽ കൂടെ, ഓരോ വചനഘോഷണത്തിൽ കൂടെ, ഓരോ വചന ധ്യാനത്തിൽ കൂടെ, ഓരോ വചന പഠനത്തിൽ കൂടെ, ഓരോ പാട്ടുകളിൽ കൂടെ കേൾക്കുമ്പോൾ ജീവിതങ്ങളെ ഒന്നുകൂടെ ഒന്ന് ഒരുക്കി നമുക്ക് പാട്ടുകാരനോട് ചേർന്ന് പാടണം. എന്താ? എന്റെ പ്രിയൻ വാനിൽ നിന്ന് എഴുന്നള്ളിയിടുന്ന മാറ്റൊലി ഞാൻ കേട്ടിടുന്നു, നാട്ടിലെങ്ങുമേ ഗാനം പാടിയൻ, ബാക്കി പറ, നാട്ടിലെത്തുമേ. നമ്മുടെയൊക്കെ ലക്ഷ്യം അത് തന്നെയാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അതായിരിക്കട്ടെ ഈ കൺവെൻഷൻ ലക്ഷ്യം. ഇന്ന് ഞാനിവിടെ പ്രസംഗിക്കുമ്പോ നാളെ വേറൊരു ദാസന് പാസ്റ്റർ അനീഷ് പ്രസംഗിക്കുന്നു, അടുത്ത ദിവസം ഡോക്ടർ ബെഞ്ചമിൻ സാർ പ്രസംഗിക്കുന്നു. ഈ പ്രസംഗങ്ങളൊക്കെ ഒരൊറ്റ ഉദ്ദേശമേ ഉള്ളൂ, നാം എല്ലാവരും കർത്താവിന് വേണ്ടി ഒരുങ്ങണം.
Praise the Lord. എന്റെ പ്രിയൻ വാനിൽ നിന്നഴും നല്ലിടുന്ന നാട്ടിലെങ്ങുമേ എന്റെ പ്രിയൻ നല്ലിടുന്ന നാട്ടിലെങ്ങുമേ ഗാനം പാടിയൻ ആമേൻ ഗാനം പാടിയൻ വാഴും ഞാനൻ രക്ഷിതാവിൻ തൻ കൃപയിൽ ആശ്രയിക്കും ഇന്നലെ കാളിന്നു ഞാനൻ ഏറ്റമാടും എത്ര ആനന്ദം എന്റെ പ്രിയനെ എന്റെ പ്രിയനെ വാഴും ഞാൻ എന്റെ രക്ഷിതാവിൻ കൃപയിൽ ആശ്രയിക്കും. ഈ കൺവെൻഷന് ആ ഒരു ഉദ്ദേശമേ ഉള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സംഘാടകര് എന്നോട് അത് യോജിക്കും എന്ന് ഞാൻ വിശ്വസിക്കുക. അല്ലാതെ ഒരു ഉദ്ദേശമില്ല. ഇവിടെ കുറെ കസേരകൾ കൊണ്ടിട്ടിട്ട് ഞങ്ങൾ നടത്തി എന്നുള്ള ഉദ്ദേശമല്ല. ഈ നടത്തിയതിൽ കൂടെ ഇന്നലേക്കാള് ഇന്ന് ഞാൻ എന്റെ പ്രിയന്റെ നാടിനോട് അടുക്കുമ്പോ എന്റെ ശരീരാത്മാക്കളെ തയ്യാറാക്കിക്കൊണ്ട് വിശുദ്ധിയോടെ അവന്റെ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ ഈ കൺവെൻഷൻ സാധ്യമായി തീരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. റോമാലേഖനം 8-ാം അധ്യായം ഇന്ന് നമ്മൾ ചിന്തിക്കാനായിട്ട് പോവുകയാണ്. ക്രിസ്തുയേശുവിലുള്ളവർക്കുള്ള 7 അനുഗ്രഹങ്ങൾ ഒന്നൊന്നായി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. The 7 spiritual blessings for those who are in Christ Jesus. യേശുവിലുള്ളവർക്കുള്ള 7 അനുഗ്രഹങ്ങൾ. റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: അതുകൊണ്ട് ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. വളരെ മനോഹരമായ റോമാലേഖനം. അപ്പോസ്തലനായ പൗലോസ് എഴുതിയ റോമാലേഖനം ലോക ചരിത്രത്തെ, ക്രിസ്തീയ ദൈവിക ചരിത്രത്തെ, ദൈവശാസ്ത്രത്തെ തിരിച്ച് മറിച്ച് കിടിലം കുലുക്കിയതാണ്. പ്രിയമുള്ളവരെ, റോമാലേഖനം എന്ന് പറയുന്ന ലേഖനമാണ് നവീകരണ പ്രസ്ഥാനത്തിന്റെ ആരംഭം എന്ന് പറയുന്നത്. 1500-കളില് നവീകരണ പ്രസ്ഥാനം ആരംഭിച്ചതിന്റെ പ്രധാന കാരണം ഈ പുസ്തകം മാർട്ടിൻ ലൂതറിനെ പോലെയുള്ള ദൈവത്തിന്റെ ഭക്തന്മാര് വായിച്ച് പഠിച്ചു. ആ പഠിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് നവീകരണം, ദ റിഫോർമേഷൻ തുടങ്ങിയത്. ഏകദേശം 500 വർഷങ്ങൾ പിന്നിടുമ്പോ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞ ഈ പുസ്തകത്തിൽ നിന്നും എടുത്ത 5 pillars of faith, വിശ്വാസത്തിന്റെ 5 തൂണുകൾ. ഒന്ന്, ഇത് സോളാ സ്ക്രിപ്ചറ. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞ ഒന്നാമത്തെ കാര്യം വേദപുസ്തകം മാത്രം. വിശ്വാസത്തിന്റെ ആധാരം, പ്രത്യാശയുടെ ആധാരം, പോരാട്ടത്തിന്റെ ആധാരം, ജീവിതത്തിലെ വെല്ലുവിളികൾക്ക് പരിഹാരത്തിന്റെ ആധാരം വിശുദ്ധ വേദപുസ്തകം. 66 പുസ്തകങ്ങൾ അടങ്ങുന്ന, പഴയ നിയമത്തിലെ അടങ്ങുന്ന, പുതിയ നിയമം അടങ്ങുന്ന 66 വേദപുസ്തകങ്ങൾ അല്ലെങ്കിൽ 66 പുസ്തകങ്ങൾ അടങ്ങുന്ന ഈ വേദപുസ്തകമാണ് വേദപുസ്തകം മാത്രമെന്ന് വിളിച്ചു പറഞ്ഞത് മാർട്ടിൻ ലൂതർ. അത് നവീകരണ പ്രസ്ഥാനത്തെ ഇളക്കി മറിച്ചു എന്ന് നമുക്കറിയാം. രണ്ടാമതായിട്ട് റോമാലേഖനം പഠിച്ചിട്ട് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞ രണ്ടാമത്തെ കാര്യം സോളാ ഫൈഡേ എന്ന് പറഞ്ഞാൽ വിശ്വാസം മാത്രം. സ്വർഗത്തിലേക്ക് പോകുവാനുള്ള വഴി യേശു ക്രിസ്തു മാത്രം. കൃപയാലല്ലോ, വിശ്വാസം മൂലം നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, പ്രവൃത്തികൾ കാരണമല്ല. അതുകൊണ്ട് നവീകരണ പ്രസ്ഥാനത്തെ ഇളക്കി മറിച്ച റോമാലേഖനത്തിൽ പഠിച്ചിട്ട് മാർട്ടിൻ ലൂതർ എഴുതി വെച്ചു, രണ്ടാമത്തെ തൂണ് നമ്മുടെ ജീവിതം വിശ്വാസത്തിൽ ആധാരമാണ്, അല്ലെങ്കിൽ രക്ഷ വിശ്വാസം മൂലം മാത്രം. മൂന്നാമതായിട്ട് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത് മാർട്ടിൻ ലൂതർ എഴുതി വെച്ചു, ബൈ ഗ്രേസ് അലോൺ എന്ന് പറഞ്ഞാൽ സോളാ ഗ്രേഷ്യ എന്ന ഗ്രീക്ക് പദം എന്ന് പറഞ്ഞാൽ കൃപ മാത്രം. നമ്മുടെ ജീവിതം മുഴുവനും കൃപയിൽ നിൽക്കുന്നതാണെന്ന്, കൃപമേലെ കൃപ പ്രാപിച്ചവരായി നാം നിൽക്കുന്നു. അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് റോമാലേഖനത്തിൽ എഴുതിയിരിക്കുന്നു, കൃപയാലല്ലോ, 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 കൃപയാലല്ലോ. നമ്മുടെ ജീവിതം മുഴുവനും ദൈവകൃപയില്ല. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് മൂന്നാമത്തെ തൂണ്, മൂന്നാമത്തെ വിശ്വാസത്തിന്റെ തൂണ് പൗലോസ് അപ്പോസ്തലൻ എഴുതിയെന്ന് മാർട്ടിൻ ലൂതർ എഴുതി വെച്ചു, the third pillar of faith
അല്ലെങ്കിൽ തേർഡ് പില്ലർ ഓഫ് ആർ സ്പിരിച്വൽ ലൈഫ് ഈസ് സോളാ ഗ്രേഷ്യ, കൃപ മാത്രം. നാലാമതായിട്ട് അദ്ദേഹം പറഞ്ഞു മൈ സോളോസ് ക്രിസ്തുസ്, അല്ലെങ്കിൽ യേശു ക്രിസ്തു മാത്രം. യേശു ക്രിസ്തു മാത്രം. യേശു ക്രിസ്തു പറഞ്ഞു ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. അതാണ് അവസാനമായിട്ട് അഞ്ചാമത്തെ പില്ലർ എന്ന് പറയുന്നത് സോളാ ഡിയോ ഗ്ലോറിയ, ദൈവത്തിനു മാത്രം മഹത്വം. പ്രൈസ് ദി ലോർഡ്. അഞ്ചാമത്തെ തൂണതായിരുന്നു ദൈവത്തിന് മാത്രം മഹത്വം ഉണ്ടായിരിക്കണം. എന്ത് ചെയ്താലും മഹത്വം ആർക്കാം? ദൈവത്തിന് മാത്രം. ഈ അഞ്ചു കൂട്ടം കാര്യങ്ങള് അപ്പോസ്തലനായ പൗലോസ് എഴുതി വെച്ചത് നവീകരണത്തിന്റെ അടിസ്ഥാനത്തെ അടിസ്ഥാനങ്ങളായ 5 തൂണുകളായി മാറി. 1 ഞാൻ പറഞ്ഞു വേദപുസ്തകം മാത്രം, 2 വിശ്വാസം മാത്രം, 3 കൃപ മാത്രം, 4 ക്രിസ്തു മാത്രം, 5 ദൈവത്തിന് മഹത്വം മാത്രം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് റോമാലേഖനം നവീകരണ പ്രസ്ഥാനത്തെ കുലുക്കി തകിടം മറിച്ചു എന്ന് നമുക്കറിയാം. എന്നിട്ട് ലേഖനം 8-ാം അധ്യായത്തിന്റെ 1-ാമത്തെ അതുകൊണ്ട് എന്ന് പറഞ്ഞാൽ 7-ാം അധ്യായത്തിൽ പറഞ്ഞ് അവസാനിപ്പിച്ച് തുടങ്ങുകയാണ്. വേദപുസ്തകത്തിന് അധ്യായങ്ങള് ഒരു കാലത്തില്ലായിരുന്നു. വേദപുസ്തകത്തിന് ഒരു കാലത്ത് വാക്യങ്ങളില്ലായിരുന്നു. പിൽക്കാലത്ത് വേദശാസ്ത്ര പണ്ഡിതന്മാരാണ് 1-ാം അധ്യായം, 2-ാം അധ്യായം, 3-ാം അധ്യായം, 4-ാം അധ്യായം എന്ന് പേരിട്ടത്, അല്ലെങ്കിൽ അങ്ങനെ അക്കമിട്ട് കണക്ക് പ്രകാരം നമ്പറിട്ടത്. അപ്പോസ്തലനായ പൗലോസ് ഒറ്റ ലേഖനമായിട്ട് എഴുതിയിരിക്കുന്നത്. അവിടെ നമ്പറുകളില്ലായിരുന്നു, വാക്യങ്ങളില്ലായിരുന്നു. എനിക്കും നിങ്ങൾക്കും പഠിക്കുവാനായിട്ട് പിൽക്കാലത്ത് വേദശാസ്ത്ര പണ്ഡിതന്മാരാണ് ഓരോ പുസ്തകത്തിനും അധ്യായങ്ങളും നമ്പറുകളും ഇട്ട് ഇന്ന് നമുക്ക് വേദപുസ്തകത്തിന്റെ മുഴുവൻ വാക്യങ്ങൾ എത്ര ഉണ്ടെന്ന് എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റും. ഏകദേശം 33,107 വാക്യങ്ങളുള്ള ഈ വിശുദ്ധ വേദപുസ്തകം, ഈ വേദപുസ്തകത്തിലെ സകല വാക്യങ്ങളും നമ്പറിട്ട് എഴുതി വെച്ചിരിക്കുന്നത് പിൽക്കാല സത്യന്മാരാണ്. അതുകൊണ്ട് 7-ാം അധ്യായത്തിൽ പറഞ്ഞതിന് ശേഷം 8-ാം അധ്യായത്തിൽ പറഞ്ഞ അതുകൊണ്ട് ക്രിസ്തുവേശു ഉള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ക്രിസ്തുവേശു ആരാണ്? ഈ ഇടയ്ക്ക് ഞാനൊരു പള്ളിയിൽ ചോദിച്ചു യേശു ക്രിസ്തു എന്ന വാക്കിന്റെ അർത്ഥം. ഒരുപാട് പറഞ്ഞു യേശു ക്രിസ്തു എന്ന വാക്കിന്റെ അർത്ഥം രക്ഷിതാവാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു തെറ്റാണെന്ന് പറഞ്ഞു. അതെന്നാ തെറ്റാകുന്നത്? യേശു ക്രിസ്തു എന്ന വാക്ക് രക്ഷിതാവല്ല, പിന്നെ എന്താ? അവരെ അവരുടെ പാപങ്ങളിൽ നിന്ന് വിടിപ്പാനിരിക്കൊണ്ട് അവൻ എന്ത് പേരിടണം? യേശു എന്ന് പേരിടണം. യേശു എന്ന വാക്ക് രക്ഷിതാവ്. ഞാൻ പറഞ്ഞ അല്ല. അവര് പറഞ്ഞു ആണ്. ഞാൻ അവസാനം പറഞ്ഞു യേശു ക്രിസ്തു എന്ന വാക്കിന്റെ അർത്ഥം രക്ഷിതാവെന്ന് മാത്രമല്ല, ക്രിസ്തു എന്ന വാക്കിന്റെ അർത്ഥം അഭിഷക്തൻ എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു എന്ന വാക്കിന്റെ അർത്ഥം അഭിഷക്തനായ ക്രിസ്തു എന്ന. ക്രിസ്റ്റോസ് എന്ന് പറയുന്ന ഗ്രീക്ക് പദം, അതിന്റെ മശിഹ എന്ന് വെച്ചാൽ ക്രിസ്തുവിനെ ഞാൻ കണ്ടെത്തിയിരിക്കുന്നു, ദി അനോയിന്റഡ് വൺ ഓഫ് ഗോഡ്. യേശു എന്ന വാക്കിന്റെ അർത്ഥം രക്ഷകനാണ്. ലോകത്തിലേക്ക് ഇറങ്ങി വന്ന യേശു ക്രിസ്തു, അതാ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നത്, ആ ക്രിസ്തുവിലായവർക്ക് എന്തില്ല? ഒരു ശിക്ഷാവിധിയുമില്ല. യേശു ആരാണ്? ലോക ചരിത്രത്തിൽ അതുല്യനായ ക്രിസ്തു. ലോക ചരിത്രങ്ങളെ 2ആയിട്ട് വിഭാഗിച്ചവൻ. ലോകത്തിൽ AD എന്നും BC എന്നും ഒരു വാക്ക് കൊണ്ടുണ്ടെങ്കിൽ ക്രിസ്തുവിന് മുൻപ്, ക്രിസ്തുവിന് ശേഷം. BC ബിഫോർ ക്രൈസ്റ്റ്, ആനോ ഡൊമിനിയൻ AD ക്രിസ്തുവിന് ശേഷം. ഈ 2 വാക്കുകൾ ലോക ചരിത്രത്തിൽ ഉണ്ടായത് യേശു ക്രിസ്തുവിന്റെ ജനനം കൊണ്ട്. മാത്രമല്ല യേശു ക്രിസ്തു ആരാണ്? യേശു ക്രിസ്തുവിനെ ഇന്ന് ഓരോരുത്തര് എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. കുറെ ആൾക്കാർ പറയും യേശു ക്രിസ്തു പാവപ്പെട്ടവന്റെ ആളാണെന്ന്, അതുകൊണ്ട് അവര് യേശു ക്രിസ്തുവിനെ കൊണ്ടങ്ങ് പോയി. മറ്റൊരാൾ പറയും യേശു ക്രിസ്തു ഒരു സോഷ്യലിസ്റ്റ് ആണെന്ന്, സമത്വ ചിന്താഗതിയുള്ള ഒരാളാണ് യേശു ക്രിസ്തു, അങ്ങനെ അവര് കുറച്ചുകൊണ്ട് യേശുവിനെ കൊണ്ടുപോയി. വേറൊരാൾ പറഞ്ഞു യേശു ഒരു റവല്യൂഷനിസ്റ്റ് ആണ്, ഒരു വിപ്ലവകാരിയാണെന്ന്. എന്ന് പറഞ്ഞാൽ ലോകത്തിൽ രക്തം ചൊരിയാതെ ലോകത്തിന് വിപ്ലവം വരുത്തിയ മഹാനായ വ്യക്തി യേശു. അവരെ വിപ്ലവകാരികളെ കുറച്ച് യേശുവിനെ കൊണ്ടുപോയി. ഗാന്ധിയന്മാരുണ്ട്, അവര് പറഞ്ഞു അഹിംസയുടെ പാത ലോകത്തിന് കാണിച്ചു കൊടുത്ത, ഹിംസ ചെയ്യാതെ അഹിംസയിൽ കൂടെ കാണിച്ചു കൊടുത്ത ഒരു വ്യക്തി യേശു. അവരും കുറച്ച് യേശുവിനെ കൊണ്ടുപോയി. ബാക്കി ആരും കൊണ്ടുപോയി? ബാക്കി നമ്മുടെ കയ്യിൽ ഇരിപ്പുണ്ട്. അങ്ങനെയുള്ള വ്യക്തിയൊന്നുമല്ല യേശു. യേശു ആരാ? 2019 ക്രിസ്മസ് കൊണ്ടാടി 2019 വർഷവും നമ്മളും പാടി ഉണ്ണി ഈശോ. എവിടെ കിടക്കുക യേശു? യേശു 2020 വീടിന്റെ വെളിയിലെ പുൽത്തൊട്ടിയിൽ ഇപ്പോഴും കിടക്കുകയാ. അതുകൊണ്ട് ഇന്നും പാടും ഉണ്ണി ഈശോ പിറന്നല്ലോ എന്ന്. എവിടാ? വീടിന്റെ വെളിയിൽ. അദ്ദേഹം എവിടാന്നല്ലോ എപ്പോഴും കിടക്കുന്നത്. എല്ലാ വർഷവും ഇനി അടുത്ത 2020 ഡിസംബറിലും പുള്ളി പറക്കാനായിട്ട് വരും. അവിടെ കൊണ്ട് പുള്ളി ഇടും. അദ്ദേഹം അവിടെ നിന്ന് പിന്നെ അപ്രത്യക്ഷമാകുകയും ചെയ്യും. അതാണോ യേശു? ആരാണ് യേശു?
ലോകത്തിന് മുൻപിൽ യേശു ആരാണ്? യോഹന്നാൻ തുടങ്ങുന്നത് ഇങ്ങനെയാണ്: ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, പിന്നെ വചനം ദൈവമായിരുന്നു, പിന്നെ ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. എന്നിട്ട് യോഹന്നാൻ താഴോട്ട് പറഞ്ഞിട്ടുണ്ട്: വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി ഞങ്ങളുടെ ഇടയിൽ പാർത്തു. ഞങ്ങൾ അവന്റെ തേജസ് പിതാവിൽ നിന്നും ഏകജാതനായവന്റെ തേജസ്സായി കണ്ടു. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. എങ്കിൽ പിതാവിന്റെ മടിയിരിക്കുന്ന പുത്രനായ ക്രിസ്തു അവനെ വെളിപ്പെട്ടു. മോശമുഖാന്തരം ന്യായപ്രമാണം വന്നെങ്കിൽ യേശു ക്രിസ്തു മൂലം കൃപയും സത്യവും വന്നു. പ്രൈസ് ദി ലോർഡ്. യേശു ആരാ? ഹൂ ഈസ് ജീസസ്? യേശു ആരാ? യേശു ആരാണ്? എനിക്കും നിങ്ങൾക്കും വിളിക്കാൻ പറ്റുമോ അവൻ ഉണ്ണിയാണെന്ന്? അവൻ ഉണ്ണിയൊന്നുമല്ല. അവൻ ആരാണ്? മത്തായിയും ലൂക്കോസും പറഞ്ഞിട്ടുണ്ട്, അവൻ യഹൂദ വംശത്തിൽ നിന്ന് വന്നവനാ. അവൻ യഹൂദയിൽ നിന്ന് വന്നവന്, ദാവീദിന്റെ കുലത്തിലുള്ളവന്, യഹൂദ ഗോത്രക്കാരനാണെന്ന് പറഞ്ഞുകൊണ്ട് വംശാവലിയുടെ നേരെ ലിസ്റ്റ് മത്തായിയും ലൂക്കോസും എഴുതി വെക്കുമ്പോ യോഹന്നാൻ അങ്ങനെയൊന്നും എഴുതിയില്ല. യോഹന്നാൻ യേശുവിന്റെ അപ്പന്റെ പേരും എഴുതിയില്ല, യേശുവിന്റെ അമ്മയുടെ പേരും എഴുതിയില്ല, യഹൂദ വംശവും എഴുതിയില്ല, ബെഞ്ചമിന്റെ ഒരു പോലും എഴുതിയില്ല, ദാവീദ് സന്തതിയിൽ വന്ന് എഴുതിയിട്ടില്ല. അങ്ങനെ ഒരു ലിസ്റ്റ് മാർത്തയുടെ പേരും എഴുതിയിട്ടില്ല, മറിയയുടെ പേരും എഴുതിയിട്ടില്ല, ജോസഫിന്റെ പേരും എഴുതിയിട്ടില്ല, ഇശായിയുടെ വംശം എഴുതിയിട്ടില്ല. ഒന്നും എഴുതാതെ യോഹന്നാൻ പറയുന്നത് യേശു ആരാണെന്നറിയാമോ? അവൻ ആദിയിലേ, പ്രൈസ് ദി ലോർഡ്, അവൻ ദൈവമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറയുന്ന യേശു, നാം വിളിച്ചു പറയുന്ന യേശു ആരാണെന്നറിയാമോ? അവൻ ആദിയിലേ ഉണ്ടായിരുന്നെന്ന്. അവൻ കൂടാതെ ഒന്നും ഉളവായിട്ടില്ല. അവൻ എല്ലാത്തിന്റെയും സൃഷ്ടികർത്താവാണെന്ന്. ആ ക്രിസ്തുവിനെ പറ്റിയാണ് റോമാലേഖനം 8 പറയുന്നത്: ഈ ക്രിസ്തുവിലായവർക്ക് ഒരു ശിക്ഷാവധിയുമില്ല. യേശുവിന്റെ എവിടെയാണ് പ്രിയമുള്ളവരെ? വേർ ഈസ് ജീസസ് ടുഡേ? യേശു എവിടെയാണ്? ഈ യേശു എവിടെയാണെന്ന്? യേശുവിനെ എവിടെ ഇരിക്കുന്നു? ഇപ്പം യേശുവിനെ ചുരുക്കി കൊണ്ടുവന്ന് ഈ മാത്തമാറ്റിക്സിലെ ഗുണനചിഹ്നം പോലെ ആക്കി വെച്ചിരിക്കുക. അതിന് ഇംഗ്ലീഷ് ആൽഫബറ്റിൽ എക്സ് എന്നാ പറയുന്നത്. എക്സ് നമ്മളൊക്കെ എങ്ങനെ എഴുതുന്നത്? നിങ്ങളാരും എഴുതത്തില്ലായിരിക്കും. ഇപ്പം ഹാപ്പി എക്സ്മസ് എന്നാ എഴുതുന്നത്. അതിന്റെ അർത്ഥം എന്തുവാ? ഹാപ്പി എക്സ്മസിന്റെ അർത്ഥം എന്തുവാ? മാത്തമാറ്റിക്സിലെ ഗുണനചിഹ്നം എക്സ്, ഇംഗ്ലീഷിൽ ആൽഫബറ്റിലെ എക്സ്. ഒരാളെന്നോട് പറഞ്ഞ അച്ഛാ ഷോർട്ട് ഫോം ആണെന്ന്. ആരുടെ? യേശുവിനും ഷോർട്ട് ഫോം ഒക്കെ കേട്ടോ. ഷോർട്ട് ഫോം ഇപ്പൊ എല്ലാം ഷോർട്ട് ഫോം അല്ലേ? SMS എന്ന് പറഞ്ഞാൽ ഷോർട്ട് മെസ്സേജിങ് സർവീസ്. അങ്ങനെ ഓരോന്നിനും ഷോർട്ട് ഫോം ആയി. യേശുവിനെ അങ്ങ് ചുരുക്കി എക്സ് ആക്കി. മാത്തമാറ്റിക്സ് പഠിക്കുകയാണെങ്കിൽ മാത്തമാറ്റിക്സ് അധ്യാപകരോട് ഇരിപ്പുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മാത്തമാറ്റിക്സ് പഠിക്കുന്നവരോട് ഞാൻ പറയട്ടെ, മാത്തമാറ്റിക്സിലെ എക്സ് എന്തിനാ കാണിക്കുന്ന? അറിയപ്പെടാത്ത ഒരു വ്യക്തിയാ. എക്സ് ഇൻറ്റു വൈ എന്ന് പറഞ്ഞാൽ, അല്ലെ എക്സ് എന്ന് പറയുന്ന ആള് വൈ എന്ന് പറയുന്ന ആൾക്ക് 5 കിലോ തേങ്ങ കൊടുത്തു. ആ വൈ 5 കിലോ തേങ്ങയ്ക്ക് ഒരു 50 രൂപ തിരിച്ച് എക്ക് കൊടുത്തു എന്ന് പറഞ്ഞാൽ ആൾക്കാരുടെ പേരറിയത്തില്ല. പേരറിയാത്ത 2 പേർക്കിടുന്ന പേരെന്താ? എക്സ്. യേശുവിനെ അങ്ങ് ചുരുക്കി എക്സ് ആക്കി എന്ന് പറഞ്ഞാൽ, ഈ മാത്തമാറ്റിക്സിൽ അങ്ങനെയാണെങ്കിൽ പണ്ട് എക്സ്റേ കണ്ടുപിടിച്ച റോജർ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞന് എക്സ്റേ ആദ്യമായിട്ട് കണ്ടുപിടിക്കുമ്പോൾ ഈ എക്സ്റേക്ക് എക്സ്റേ എന്ന് പേരിടാൻ കാരണം അതിന്റെ മലയാളം എന്ന് പറഞ്ഞിരിക്കുന്ന അറിയപ്പെടാത്ത രശ്മി എന്നാ. അറിയപ്പെടാത്ത രശ്മി എന്ന് പറഞ്ഞാൽ റോജർ കണ്ടുപിടിച്ചപ്പോൾ റോജർ എന്ന് പറഞ്ഞ ശാസ്ത്രജ്ഞൻ പറഞ്ഞു, ഈ രശ്മികള് ചില വസ്തുവിൽ പ്രവേശിക്കുന്നുണ്ട്, ചിലതിൽ പ്രവേശിക്കുന്നില്ല. അതുകൊണ്ട് എനിക്ക് തന്നെ അറിയത്തില്ല ഈ രശ്മി എന്തോ എന്നാണ്. അതുകൊണ്ട് അദ്ദേഹം പേരിട്ടു എക്സ്റേ. പിന്നെ ആ CT സ്കാനും ഒക്കെ വന്നത്. അന്ന് ആദ്യകാലത്ത് റോജർ പറഞ്ഞു, I do not know what this ray is all about, therefore I call it as X-ray. ഞാൻ അതിനെ അറിയപ്പെടാത്ത രശ്മി എന്ന് പറയുന്നെന്ന്. ഇന്ന് ഞാനും നിങ്ങളും അല്ലെങ്കിൽ നമ്മുടെ തലമുറയൊക്കെ യേശുവിനെ ചുരുക്കി എഴുതുമ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരു ക്രിസ്മസ് കാർഡ് അയക്കുന്നു, ഹാപ്പി ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ആളിനെ പറ്റി എനിക്കും അറിയത്തില്ല. അപ്പുറത്ത് എന്റെ കൂട്ടുകാരൻ തോമാച്ച് അത് വായിക്കുന്നു, അദ്ദേഹവും വായിക്കുന്നു ഹാപ്പി എക്സ്മസ്. അദ്ദേഹത്തിനും അറിയത്തില്ല, എനിക്കും അറിയത്തില്ല, നമുക്ക് ആർക്കും അറിയപ്പെടാത്ത ഒരു സാധനത്തിന്റെ പേരെന്താണ്? എക്സ്. യേശുവിനെ ഈ രീതിയിലാക്കിയില്ലേ? യേശുവിനെ ചുരുക്കി. എന്നിട്ട് ഞാൻ നിങ്ങളോട് പറയട്ടെ, എക്സ് ഒരു പക്ഷെങ്കിൽ ഗ്രീക്ക് ഭാഷ പഠിച്ചിട്ടുള്ള അല്ലെങ്കിൽ വേദശാസ്ത്രം പഠിച്ചിട്ടുള്ള ആൾക്കാർക്കറിയാം ഈ എക്സ് എന്ന് പറയുന്നത് എന്താണെന്ന്.
മറ്റാർക്കും എക്സ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിലെ എക്സും അതുപോലെ തന്നെ മലയാളത്തിലെ ഗുണചിഹ്നവും ഒക്കെ യേശു ക്രിസ്തു ഇന്ന് ഒരു എക്സ് ഫാക്ടറായിട്ട് മാറിക്കൊണ്ടിരിക്കുക. എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു ഇന്ന് അറിയപ്പെടാത്ത ഒരു വ്യക്തിയായി മറ്റ് പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മുടെ ഇടയിലേക്ക് അറിയുന്ന യേശുവിനെ ചുരുക്കി 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 എക്സ് ആക്കി വെച്ചിരിക്കുക. എനിക്കും അറിയത്തില്ല, നിങ്ങൾക്കും അറിയത്തില്ല. പണ്ട് പോസ്റ്റ് വായിച്ചല്ലോ, അവിടെയും സുഖം ഇവിടെയും സുഖം, പിന്നെ എനിക്ക് തന്നെ അസം ഈ മലയുടെ മണ്ടയ്ക്ക് എഴുതി കൊണ്ട് കൊടുക്കാൻ വായിച്ചിട്ട് തുറക്കണം എന്നാ പറഞ്ഞത് എന്ന് പറഞ്ഞ പോലെ ഈ യേശു ആരാണ്? ഇതുപോലുള്ള കൺവെൻഷനുകൾ യേശു ക്രിസ്തു ആരാണെന്ന് ലോകം അറിയട്ടെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശു ക്രിസ്തു ആരാണ്? യോഹന്നാൻ പറഞ്ഞു അവൻ ആദിയിലെ ഉള്ളവനാ എന്ന് പറഞ്ഞാൽ he is not only historical Christ, he is an eternal Christ. അവൻ ചരിത്രപുരുഷനായ ക്രിസ്തു മാത്രമല്ല, ചരിത്രപുരുഷന്മാർക്ക് ഒരു ആരംഭവും അവസാനവും ഉണ്ട്. അതുകൊണ്ട് യോഹന്നാൻ പറഞ്ഞു അവൻ ആദിയാണ്, അവൻ അന്തമാണ്, അവൻ ആദിയില്ല, അവൻ അവസാനമില്ല. അതുകൊണ്ട് യോഹന്നാൻ വിളിച്ചു പറഞ്ഞു അവൻ ആദ്യൻ അന്ത്യനുമാണ്. അവൻ ആരാണെന്നറിയാമോ? അവൻ ആദ്യം മുതലേ ഉണ്ടായിരുന്നു. അവൻ അതുകൊണ്ട് ചരിത്രപുരുഷനായ ക്രിസ്തു മാത്രമല്ല, അവൻ നിത്യപുരുഷനായ ക്രിസ്തുവാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട ഉയർത്തുന്ന യേശുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു എന്റെ സുവിശേഷം. പ്രൈസ് ദി ലോർഡ്. ഈ യേശുവിനെ ആയവർക്കാണ് ശിക്ഷാവധി എന്ന് പറഞ്ഞത്. എന്താ ശിക്ഷാവധി? അവിടെ പറഞ്ഞിട്ടുണ്ട് റോമാലേഖനം 3:10, റോമാലേഖനം 3:23, റോമാലേഖനം 6:23 പറഞ്ഞിട്ടുണ്ട് നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. വീണ്ടും പറഞ്ഞിട്ടുണ്ട് ഒരു വ്യക്തി ആവശ്യവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. 6:23 പാപത്തിന്റെ ശമ്പളം മരണമത്രേ. നമുക്കിട്ട് ശിക്ഷാവെന്നറിയാമോ? മരണം. അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞിട്ടുണ്ട് യേശു ക്രിസ്തു എന്ന വ്യക്തി ഈ ഭൂമിയിൽ വന്നതുകൊണ്ട്, പ്രൈസ് ദി ലോർഡ്, യേശു ക്രിസ്തു അവനിൽ കൂടെ എനിക്ക് 7 അനുഗ്രഹങ്ങൾ ലഭിച്ചു. 7 അനുഗ്രഹങ്ങൾ. അതുകൊണ്ട് ആ പാട്ടുകാരൻ പറഞ്ഞത് അനുഗ്രഹത്തിൻ അധിപതിയെ അനന്ത കൃപ പെരുന്നതിയെ അനുദിനം നിൻ കൃപമതിയെ അടിയാനു നിൻ പദം ഗതിയെ. പ്രൈസ് ദി ലോർഡ്. ഈ യേശു ക്രിസ്തു ആത്മീയ അനുഗ്രഹങ്ങളുടെ ഉറവിടമാ. അവനെ കണ്ടവരും അവനെ കേട്ടവരും അവനെ അംഗീകരിച്ചവർക്കൊക്കെ അനുഗ്രഹങ്ങളുടെ കലവറയുണ്ട്. പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹത്തിൻ ആധിപതി അനന്ത കൃപ അനുഗ്രഹത്തിൻ അനന്തം. പ്രൈസ് ദി ലോർഡ്. അനുദിനം പ്രൈസ് ദി ലോർഡ്. അടിയ പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹത്തിന്റെ അധിപതിയായ ഒരു കർത്താവിന്റെ പാദപീഠത്തിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. അവരുടെ കരങ്ങൾ ഉയർത്തിയ ഒരു സ്തോത്രം പറഞ്ഞാട്ട് പ്രിയമുള്ളവരെ, ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് അനുഗ്രഹത്തിന്റെ ഉറവിടമാണ്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഇരിക്കുന്ന ആരും മോശക്കാരല്ല. നമുക്ക് സാമ്പത്തികമായ കുറവുകൾ കാണും, നമ്മുടെ വീട് ചെറുതായിരിക്കും, നമുക്കല്ല ബംഗ്ലാവ് കാണത്തില്ല, നമുക്ക് വസ്തുക്കളുടെ എണ്ണം കുറവായിരിക്കും, നമുക്ക് ബാങ്ക് ഡെപ്പോസിറ്റ് കാണത്തില്ലായിരിക്കാം, വീടിന്റെ മഹിമകൾ കാണത്തില്ലായിരിക്കാം, പാരമ്പര്യത്തിന്റെ മഹിമകൾ കാണത്തില്ലായിരിക്കാം. എന്നാൽ യേശുവിനുള്ളവന് ദൈവത്തിന്റെ അനുഗ്രഹങ്ങളുടെ കലകളുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഒന്നാമത്തെ അനുഗ്രഹം വായിച്ചാട്ട് 8-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം, റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ വീണ്ടും ഒന്ന് വായിച്ചാട്ട്. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ഈ ക്രിസ്തു യേശുവിൽ സ്വാതന്ത്ര്യം വരുത്തി. എനിക്ക് പുതിയ ഒരു സ്ഥാനം കിട്ടി. അതാ ഒന്നാമത്തെ അനുഗ്രഹം, എ ന്യൂ പൊസിഷൻ. എന്താ ന്യൂ പൊസിഷൻ? എന്നെ ഒരിടത്തിൽ നിന്ന് എടുത്ത് വേറൊരിടത്തോട്ട് ഇരുത്തിയെന്ന് 2 വാക്ക് പറഞ്ഞിട്ടുണ്ട്. ഒന്നര വായിച്ചു ആ വാക്യം. ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും 1 പാപത്തിന്റെയും മരണത്തിന്റെയും 2 മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുയേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എനിക്ക് പുതിയൊരു സ്ഥാനം. എന്റെ 2 സ്ഥാനം മാറി, 2 സ്ഥാനം എനിക്ക് കിട്ടി. എന്താ? 1 പാപം, 2 മരണം. നമുക്ക് ഏറ്റവും പേടിയുള്ള സാധനം എന്താ ഏറ്റവും പേടിയുള്ള സാധനം? അറിയാതെങ്കിലും ആരെങ്കിലും നമ്മുടെ അടുത്തൂടെ ഈ പാട്ട് പാടി. ഏത് പാട്ടാ? അവയവാമൃതം ഒന്ന് പാടിപ്പോയെങ്കിൽ
പിന്നെ നമ്മുടെ മുഖമല്ല ഒരുമാതിരി അങ്ങ് വാടി, ഇല്ല സമോസ പോലെ അങ്ങ് ആവും. രാവിലെ എഴുന്നേറ്റ് വന്നിരിക്കുക ഒരുത്തൻ, എന്താ ഇന്നലേക്കാൾ ഇന്നും ഞാനില്ലേ, അത് പിന്നെ കുഴപ്പമില്ലായിരുന്നു. പിന്നെ വേറെ ഉണ്ടല്ലോ, രാത്രിയിൽ ഞാൻ ഉറങ്ങുമ്പോൾ എൻ്റെ രഥത്തിൻ്റെ ചക്രം, അവൻ്റെ ചക്രം രാവിലെ എൻ്റെ വീടിൻ്റെ മുന്നേ പാടാൻ വന്നിരിക്കുകയാണ്. ഞാനിവിടെ ഈ വന്നപ്പോൾ ഞാൻ പറഞ്ഞിരിക്കത്ത്, ഞാൻ പണ്ടിരുന്ന ഒരു ഇടവകയിലെ ഒരു അച്ചായന്, ഒരു കൃഷിക്കാരന്, അദ്ദേഹം ഈ പശുവിനെ തീറ്റാനായിട്ട് പോവാൻ അപ്പോൾ ഈ കൈ കയറ് കൊണ്ട് റോഡിൽ കൂടെ ഇങ്ങനെ പോകും. അപ്പോൾ ഈ മൂളിപ്പാട്ടൊക്കെ നമുക്കറിയാമല്ലോ, നമ്മൾ നല്ല മൂളിപ്പാട്ടം പാടും, പലരും മൂളിപ്പാട്ട് റോഡിൽ കൂടെ പാടും, പലരും വീട്ടിൽ നിന്ന് പാടും, ചില ബാത്റൂമിൽ ഇരുന്ന് പാടും. അതൊക്കെ നമ്മുടെ ആ മനസ്സിൻ്റെ മനോഭാവം അനുസരിച്ചാണല്ലോ പാടുന്നത്, കുഴപ്പമൊന്നുമില്ല. ഈ മനുഷ്യൻ ഇങ്ങനെ റോഡിൽ കൂടെ പശുവിനെ പുല്ല് തീറ്റി കയർ കൈ ഇരിപ്പുണ്ട്. ഇങ്ങനെ എന്നോട് ഒന്ന് പറഞ്ഞ കാര്യം, അച്ഛാ കഴിഞ്ഞ ദിവസം ഇവിടെ ശവടൊക്കെ കാണുന്നില്ലേ, അപ്പം ഞാൻ ആ ഓർമ്മയിൽ ഇങ്ങനെ ആ റോഡ് നിന്നുകൊണ്ട് ഇങ്ങനെ പാടി, സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു, എൻ സ്വദേശം കാൺമദീനായി. നിൽക്കുന്നവിടെ ഒരു അമ്മച്ചി, ഈ റോഡിന്റെ മേളിൽ താമസിച്ച അമ്മച്ചി, മേലെ എന്റെ വീടിന്റെ മുന്നേ ഒന്ന് നീ ഈ പാട്ട് പാടിയേക്കും. വേറെ എത്രയോടെ പറഞ്ഞു, നിനക്കറിയാമോ, ഇന്ന് വരെ ഞാൻ ഒരു ശവടക്കിന് പോയിട്ടില്ല, സെമിത്തേരി പോയിട്ടില്ല, നീയായിട്ട് എന്തെങ്കിലും കൊണ്ടുവരുത്, ഈ മരണത്തെ കൊണ്ട് എൻ്റെ വീട്ടിലോട്ട് വന്നേക്കരുത്. ഈ അച്ഛൻ പറഞ്ഞ, എൻ്റെ അച്ഛൻ ഞാൻ ആ പശുവിനെ കയറും പിടിച്ചോണ്ട് പോയി ഒരു 1/2 കിലോമീറ്റർ അപ്പുറത്ത് പോയാൽ നിന്നെന്ന് പറഞ്ഞു. മരണം എന്ന് സംഭവിക്കുമെന്ന് നമ്മളോട് ആരോടെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ നമ്മൾ കുറച്ചുകൂടൊക്കെ ഒരുങ്ങിയിരുന്നേനവായിരുന്നു, അല്ലയോ? ഏതായാലും യേശുക്രിസ്തു തമ്പുരാൻ വന്നതുകൊണ്ട് പൗരസപ്പോസൻ എഴുതി വെച്ചു, 2 കസേര നമ്മളെ മാറി. 1 നമ്മുടെ ന്യായപ്രമാണത്തിന് കീഴിലായിരുന്നു, 2 മരണത്തിന്റെ കീഴിലായിരുന്നു, 3 പാപത്തിന്റെ കീഴിലായിരുന്നു. ഈ 3 കസേരയെ മാറ്റി ദൈവം തമ്പുരാൻ ഒരു വലിയ കസേര കയറ്റിയിരുത്തി. അത് ക്രിസ്തുവിൽ എനിക്ക് എന്ത് വരുത്തിയിരുന്ന വരുന്നത്? സ്വാതന്ത്ര്യം വരുത്തി. പ്രൈസ് ദി ലോർഡ്. അടുത്ത വാക്യം വായിച്ചേ, പാപത്തിന്റെയും ന്യായപ്രമാണത്തിന്റെയും ക്രിസ്തുവേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. 3-ാം വാക്യം വായിച്ച, ജഡത്താലുള്ള ബലഹീനത നിമിത്തം, മടക്കി വെക്കില്ല കേട്ടോ, ഞാൻ അവസാനം വരെ വായിപ്പിക്കും, റെഡിയായിട്ട്. ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാത്തതിനെ സാധിപ്പാൻ ദൈവം തന്റെ പുത്രനെ പാപജഡത്തിന്റെ സാദൃശ്യത്തിലും പാപം നിമിത്തമായി അയച്ചു. അടുത്തത്, പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. ശിക്ഷാവധി മാറിയുണ്ടോ? ശിക്ഷാവധി മാറിയുണ്ടോ? ക്രിസ്തു യേശുള്ളവർക്ക് ഒരു ശിക്ഷാവധിയുമില്ല. പാപത്തിൽ ജഡത്തിൽ ശിക്ഷ. അടുത്ത വാക്യം, ജഡത്തെയല്ല ആത്മാവിനെ അത്രേ അനുസരിച്ച് നടക്കുന്ന നമ്മിൽ ന്യായപ്രമാണത്തിന്റെ നീതി നിവർത്തിയാകേണ്ടത്. ന്യായപ്രമാണത്തിന്റെ നീതി നിവർത്തിച്ചത് യേശുക്രിസ്തു മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ ക്രിസ്തുവിലായപ്പോ ഞാൻ ആത്മാവിന്റെ നിയന്ത്രണത്തിലായിരുന്നു. ന്യായപ്രമാണത്തിനും എന്നിൽ യാതൊരു അവകാശവും ഇല്ല, പാപത്തിന് എന്റെ പേരിൽ ഇനി അവകാശമില്ല. ഞാൻ ആരുടെ നിയന്ത്രണത്തിലായി? പരിശുദ്ധാത്മാവ്. എനിക്ക് കിട്ടിയ ആദ്യത്തെ പൊസിഷൻ, എനിക്ക് പുതിയൊരു ജീവൻ കിട്ടി. ന്യൂ പൊസിഷൻ, എ ന്യൂ ലൈഫ് ഇൻ ക്രൈസ്റ്റ്. അല്ലെങ്കിൽ എനിക്കൊരു പുതിയ ജീവൻ കിട്ടി. ആ ജീവൻ അറിയാമോ? ആത്മാവ് എന്നിൽ വസിക്കുന്നുള്ളതാ. എ ന്യൂ പൊസിഷൻ, എ ന്യൂ ലൈഫ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഐ ആം അണ്ടർ ദ സ്പിരിറ്റ് ഓഫ് ഗോഡ്. ന്യായപ്രമാണത്തിൽ നിന്ന് മാറ്റി എന്നെ ക്രിസ്തുവിലാക്കിയത് കൊണ്ട് ഇനി ഞാൻ ക്രിസ്തുവിലും ദൈവത്തിന്റെ ആത്മാവിലും പുതിയ സ്ഥാനം എനിക്ക് കിട്ടി. പ്രൈസ് ദി ലോർഡ്. നമ്മൾ മോശക്കാരൊന്നുമല്ല കേട്ടോ, ഇവിടെ ഇരിക്കുന്നവരാരും മോശക്കാരൊന്നും അല്ല. നമ്മൾ ക്രിസ്തുവിൽ ഒരുപാട് അനുഗ്രഹത്തിന്റെ ഉറവിടങ്ങളാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് പുതിയ പൊസിഷൻ, ഞാൻ ആത്മാവിന്റെ അധീനതയിലായി. ഇതുവരെ ഞാൻ ന്യായപ്രമാണത്തിന്റെ അധീനതയിലായിരുന്നു, പാപത്തിന്റെ അധീനതയിലായിരുന്നു. ഇനി മുതൽ ഞാൻ അധീനനാണ്, ആത്മാവിന്റെ അധീനതയിലാണ്. അതാണ് ഒന്നാമത്തെ അനുഗ്രഹം. എന്റെ സ്ഥാനം മാറി. ന്യൂ പൊസിഷൻ, എനിക്ക് പുതിയൊരു സ്ഥാനം എന്ന് പറഞ്ഞാൽ ആത്മാവിന്റെ അധീനതയിലായി ഞാൻ. എന്ന് പറഞ്ഞാൽ ലോ കനോട്ട് ക്ലെയിം മീ. ന്യായപ്രമാണത്തിന് എന്നെ അവകാശപ്പെടാൻ സാധ്യമല്ല. യു ഹാവ് ദ സ്പിരിറ്റ് ഹു കൺട്രോൾസ് യു. ആത്മാവ് എന്നെ നിയന്ത്രിക്കും. അതുകൊണ്ടാണ് കർത്താവായ യേശുക്രിസ്തുവിന്റെ സ്വർഗാരോഹണത്തിന് മുൻപ് ശിഷ്യന്മാരുമായിട്ട് കൂടി ഇരിക്കുമ്പോൾ യേശു പറഞ്ഞു, നിങ്ങൾ യെരൂശലേമിൽ കാത്തിരിക്കണം.
പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും. നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യഹൂദ്യയിലും യെരൂശലേമിലും ശമരിയയിലും ലോകത്തിന്റെ അറ്റത്തോളം എന്റെ സാക്ഷികളാകും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് യേശുക്രിസ്തു സ്വർഗ്ഗാരോഹണത്തിന് ശേഷം പെന്തക്കോസ്ത് നാളിൽ തന്റെ ആത്മാവിനെ ലോകത്തിലേക്ക് അയച്ചു കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. ആ ആത്മാവിന്റെ അധീനതയിലാണ് നമ്മൾ, ന്യായപ്രമാണത്തിന്റെ അധീനതയിലല്ല. ക്രിസ്തുവിലായ രണ്ടാമത്തെ അനുഗ്രഹം താഴോട്ട് വായിച്ചാൽ അടുത്ത വാക്യം, ആത്മാവിന്റെ അധീനതയിൽ മാത്രമല്ല നമ്മൾ ആത്മാവിന്റെ നിയന്ത്രണത്തിലുള്ള. വായിച്ചാട്ടെ 5-ാമത്തെ വാക്യം, ജഡസ്വഭാവമുള്ളവർക്ക് ജഡസ്വഭാവമുള്ളവർ ജഡത്തിലുള്ളതും ജഡസ്വഭാവമുള്ളവർ ജഡത്തിനും ആത്മസ്വഭാവമുള്ളവർ ആത്മാവിനുള്ളതും ആത്മസ്വഭാവമുള്ളവർ ആത്മാവിനും ചിന്തിക്കുന്നു. രണ്ടാമത്തെ അനുഗ്രഹം, ദി സെക്കൻഡ് ബ്ലെസ്സിംഗ്. ഒന്ന്, ഞാൻ ആത്മാവിന്റെ അധീനതയിലായി. ആത്മാവിന്റെ നിയന്ത്രണത്തിലുമായി. അത് രണ്ടായിട്ട് ചിന്തിക്കണം. A new position is under the spirit. A new life is spirit controls me. ആത്മാവ് എന്നെ നിയന്ത്രിക്കുന്നു. Praise the Lord. നമ്മൾ മോശക്കാരാണോ? നമ്മൾ ആരും മോശക്കാരല്ല. നമ്മുടെ ഹൃദയം ഭയങ്കര കഠിനമായ ഹൃദയമാണ് കേട്ടോ. ഈ ഹൃദയത്തെ ദൈവത്തിന്റെ ആത്മാവ് നിയന്ത്രിച്ചുകൊണ്ടാണ് നമ്മളിങ്ങനെ സൗമ്യതയുള്ളവരായിട്ട് നടക്കുന്നത്. ഇല്ലെങ്കിൽ നമ്മൾ ചെയ്തേനെ. ഇന്നലെ ഒരു ചെറുപ്പക്കാരി കണ്ണൂർ ചെയ്തതുപോലെ 1.5 വയസ്സുള്ള കുഞ്ഞ്, അവളെ എടുത്തോണ്ട്, ആ കുഞ്ഞിനെ എടുത്തോണ്ട് കടൽ തീരത്ത് പോയിട്ട് ചങ്കിൽ ചോരയില്ലാത്ത ഹൃദയമില്ലാത്ത ഒരമ്മ ആ കുഞ്ഞിനെ 2 പ്രാവശ്യം പാറക്കെട്ടിൽ വലിച്ചെറിഞ്ഞ് അവന്റെ തല പൊട്ടിച്ച് അവനെ കൊന്നു. അത്രമാത്രം കഠിന ഹൃദയമുള്ള മനുഷ്യൻ ജീവിക്കുന്ന ഈ ഭൂമിയിൽ ഞാനും നിങ്ങളും ഒട്ടും കഠിന ഹൃദയം ഇല്ലാത്തവരല്ല, ഉള്ളവർ തന്നെ. എന്നാൽ നമ്മുടെ കഠിന ഹൃദയത്തെ ലോലമായ ഹൃദയമാക്കി മാറ്റിയത്, സ്നേഹത്തിന്റെ ഹൃദയമാക്കി തീർത്തത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവന്റെ നിയന്ത്രണത്തിലാണ് നമ്മൾ. ഞാൻ പണ്ട് ഉത്തർപ്രദേശില്, ഞാൻ ഡൽഹിയില് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന അവസരത്തിൽ ഉത്തർപ്രദേശിലെ കനൌജ് എന്ന് പറയുന്ന സ്ഥലത്ത് ഞാൻ സന്ദർശിക്കാനായിട്ട് പോയി. എൻ്റെ കൂടെ വേറെ അച്ഛനും ഉണ്ടായിരുന്നു. ഞങ്ങളിവിടെ കനൌജിൽ ഞങ്ങളുടെ ഒരു മിഷൻ ഫീൽഡ് സന്ദർശിക്കാനായിട്ട് പോയപ്പം അതിരാവിലെ തണുപ്പുള്ള സമയത്ത് ഓട്ടോറിക്ഷ ഒന്നും കിട്ടിയില്ല. കിട്ടിയതൊരു കുതിര വണ്ടിയായിരുന്നു. ആ കൊച്ചൊരു കുതിര വണ്ടി, സാധാരണ വലിയ കുതിരയല്ല, കൊച്ചൊരു കുതിര. ഈ കൊച്ചു കുതിര വണ്ടിയിൽ ഞങ്ങൾ കയറിയിരുന്നു. ഈ നമ്മുടെ കാളവണ്ടിയുടെ പുറകോടിക്കുന്ന ഒരു തടി കൊണ്ടുള്ള ഒരു ഫ്രെയിം. ഞാൻ സൂട്ട് കേസ് എടുത്ത് ഞാൻ കയറിയിരുന്നു. എന്നോട് ഒന്ന് അച്ഛൻ, എന്നെക്കാൾ പ്രായമുള്ള അച്ഛൻ, ആ അച്ഛൻ കയറി അപ്പുറത്തിരുന്നു. ഇവന് ഈ കുതിരയുടെ ഈ കയർ ഇങ്ങനെ നനക്കി. ഞാനും താഴെ വീണു, അച്ഛനും താഴെ വീണു, എൻ്റെ പെട്ടിയും പോയി. കാരണം ഇതിങ്ങനെ ഇരിക്കുകയായിരുന്നു. ഈ പുൽപ്പറ്റിക്ക് തുടങ്ങി ഞാനിരിക്കുകയായിരുന്നു. ഞങ്ങൾ രുക്കോ ഹംകിൽക്കാന്ന് പറഞ്ഞു, താഴെ വീണെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ കയറിയിരുന്നു. പാവം പറഞ്ഞു പകടോ എന്ന് പറഞ്ഞ് അവിടെ ഇടയിൽ പിടിച്ചോണ്ടിരുന്നോളാൻ. എന്നിട്ട് ഇവന് ആ കുതിര ഈ കയറിങ്ങനെ നിലക്കി. ഉടനെ കുതിര ചെറുകെ മന്ദം യാത്ര ചെയ്യാനായിട്ട് തുടങ്ങി. കുറച്ചുകൂടെ അങ്ങോട്ട് കയറി നല്ല ടായിട്ടോടെ കിട്ടും. പിന്നെ ഇവൻ കയറി പിടിച്ചു. കുതിരയുടെ സ്പീഡ് കൂടി, എന്നാലും ഞങ്ങളെ അനക്കവും കൂടി. കുതിര പോകുന്ന അനുസരിച്ച് ഞങ്ങൾ ഇറങ്ങിക്കൊണ്ടിരിക്കും. ഇതിന്റെ സ്പീഡ് അങ്ങോട്ട് കൂടിയപ്പോൾ ഞങ്ങൾ പറഞ്ഞു, തോടാ से धीरे से जाओ ना, हमको इतना आदत नहीं है. ഞങ്ങൾക്ക് ഇതിന്റെ പുറകെ ഇരുന്ന് പരിചയമില്ലെന്ന് പറഞ്ഞു. ജോർസ പറഞ്ഞോ, നല്ലപോലെ പിടിച്ചോളാൻ. ഇവൻ ഈ കയർ നിയന്ത്രിക്കുന്നതിനനുസരിച്ച് ഈ കുതിരയുടെ വേഗം കൂടും, വേഗം കുറയും, വേഗം കൂടും, വേഗം കുറയും. ഇടയ്ക്ക് ഞങ്ങളൊന്ന് വാവെക്കുമ്പോ വീണ്ടും ഇവൻ കുറയ്ക്കും. ആ കൺട്രോൾ മുഴുവനും ഈ കയറയിലാണ്. ആ കയറ് കുതിരയുടെ മൂക്കിലിട്ടിരിക്കുക. ആ മൂക്കില് ഈ വേദന കൂടുമ്പം അല്ലെങ്കിൽ ആ പിടി മുറുകുമ്പം കുതിര വേഗത കുറയ്ക്കും. ഞാൻ പറയട്ടെ, നമ്മളൊക്കെ മോശക്കാരാണ്. ഈയിടയ്ക്ക് ഒരു സൺഡേ സ്കൂളിൽ അധ്യാപകൻ ചോദിച്ചു, മോനെ പിശാചിനെ കണ്ടിട്ടുണ്ടോ? ആ ഉണ്ട്. ആരാടാ? ഞങ്ങളുടെ വീട്ടിലുണ്ട്. അപ്പൊ നിങ്ങളുടെ വീട്ടിൽ പിശാചുണ്ടോ? ഇല്ല, ഞങ്ങളുടെ അമ്മയെ അച്ഛൻ വിളിക്കുന്ന പിശാചെന്നാ. ഞങ്ങളുടെ അമ്മയെ അച്ഛൻ വിളിക്കുന്ന പിശാചാണ്, അപ്പം വിളിക്കുന്ന പിശാചെന്നാ. അത് പിന്നെ വേറെ വീട്ടിൽ പോകണം പിശാചിനെ കാണാൻ. ഇങ്ങനെ ഓരോ പിശാചുകൾ വീട്ടിലിരിക്കുക. ഈ നമ്മളെയൊക്കെ നിയന്ത്രിക്കുന്നത് ആരാ? നമ്മളെ നിയന്ത്രിക്കുന്നത് മറ്റാരുമല്ല, ദൈവം തമ്പുരാൻ ദാനമായിട്ട് തന്ന പരിശുദ്ധാത്മാവ്. പ്രൈസ് ദി ലോർഡ്. എന്താ ഉറപ്പ്? കൂടെ കിടക്കുന്ന ഭാര്യ നാളെ സയനൈഡ് തരത്തില്ലെന്നല്ലോ ഉറപ്പുണ്ടോ? കൂടെ കിടക്കുന്ന ഭർത്താവ് നാളെ വെട്ടിക്കൊത്തില്ലെന്നല്ലോ ഉറപ്പല്ലോ ഉണ്ടോ?
അതുകൊണ്ട് ചിലക്ക് ഇപ്പോൾ റൂം മാറിയെന്നാ പറയുന്നത്. നീ അവിടെ കിടന്നു, ഞാൻ ഇവിടെ കഥ അടച്ചിട്ടേക്കാം, രാത്രിയിൽ ഇതിന്റെ ശല്യം ഒന്നും വരുത്തില്ല. എന്നാ ഉറപ്പ്? നമ്മളെയൊക്കെ ഒരു ദേഹമാക്കി തീർത്തത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. ഇത്രയും നാളും നമ്മള് കൈപൊക്കുന്ന പാർട്ടികളൊക്കെ ഉണ്ട് കേട്ടോ. കൈപൊക്കാതെ സ്വന്തം ഭാര്യയെ സ്നേഹിപ്പാനും, നാവ് കൊണ്ട് ചിത്തം അറിയാതെ ഭർത്താവിനെ സ്നേഹിപ്പാനും, മക്കളെ സ്നേഹിപ്പാനൊക്കെ പഠിച്ചത് ദൈവത്തിന്റെ ആത്മാവെന്ന് പറയുന്ന കടിഞ്ഞാണ് നമ്മളെ നിയന്ത്രിച്ചത് കൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ടാണ് ദൈനംദിനം രാവിലെ എഴുന്നേൽക്കുമ്പോ നമ്മളൊക്കെ പാടുന്നത് ആത്മാവിന് ശക്തിയോടെ ജീവിപ്പാൻ, ആത്മനൽവരങ്ങൾ നിത്യവും പ്രകാശിപ്പാൻ, ആത്മനായക നിരന്തരമായി എന്നിൽ ആത്മദാനങ്ങൾ പകരണമേ, ആത്മാവിൻ ശക്തിയോടെ ജീവിപ്പാൻ. ആത്മനായക നിരന്തരമായ ആത്മദാനങ്ങൾ പകരണമേ, ആത്മനായക എന്നിൽ ആത്മദാനങ്ങൾ പകരണമേ. എല്ലാം ക്രിസ്തുവേശുള്ളവർക്ക് ഒരു സ്ഥാനം മാറി, അവർ ആത്മാവിന്റെ അധീനതയിലായി. ക്രിസ്തുവേശുള്ളവർക്ക് സ്ഥാനം മാത്രമല്ല, അവർ ആത്മാവിന്റെ നിയന്ത്രണത്തിലുമായി. നീ വായിച്ചാട്ടെ, താഴോട്ട് വായിച്ച് അതിന്റെ 6-ാം വാക്യം, 8-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം. ജഡത്തിന്റെ ചിന്ത മരണം. അതുകൊണ്ട് നമ്മോട് പറഞ്ഞിരിക്കുന്നത് എന്താ? നമ്മൾ ആരെങ്കിലായി. അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ട എന്താ? ജഡത്തിന്റെ ചിന്ത മരണം. അടുത്ത വായിച്ചു, ആത്മാവിന്റെ ചിന്തയോ ജീവനും സമാധാനവും. പ്രൈസ് ദി ലോർഡ്. ഒരിക്കലും പാപത്തിന്റെ അധീനത കിടന്ന് നമ്മൾ എപ്പോഴും മരണത്തെ പറ്റിയ ഈ ഓരോ ദിവസവും നിങ്ങളൊന്ന് എഴുന്നേറ്റ് പേപ്പർ എടുത്ത് വായിച്ചു. നമ്മളെല്ലാം പേപ്പർ വായിച്ചപ്പം പേപ്പർ വായിച്ച ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്ന രീതിയിലെ കാര്യം നീങ്ങിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് പേപ്പർ വായിക്കാതിരിക്കുന്നവർ ഭാഗ്യവാന്മാർ. കർത്താവ് കൊണ്ട് പറഞ്ഞു, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. ഒന്നുകൂടി നീ ആഡ് ചെയ്യണം തോന്നുന്നു. എന്താ? പേപ്പർ വായിക്കാത്തവരും. കാരണം ഇത് മുഴുവൻ ബൈക്കിൽ പോയാൽ ബൈക്ക് ഇടിച്ചാത്തെന്നാണ് പറഞ്ഞേക്കുന്നത്. പണ്ട് ബൈക്കും ഇടിച്ച കാര്യം നമ്മൾ കേട്ടിട്ടുണ്ടോ? ഇപ്പൊ ബൈക്കും കൂടെ അടിക്കുന്നത് എത്ര പിള്ളേരാ പൾസറെ കയറി പൾസ് പോകുന്നത്, അടിച്ച് മിന്നു പിടിക്കല്ലേ. മരണം, ജഡത്തിന്റെ ചിന്ത, മരണം. അതുകൊണ്ട് എനിക്കങ്ങ് മരിച്ചാ മതി. എല്ലാവർക്കും കേട്ടത്, എനിക്കങ്ങ് മരിച്ചാ മതി, എനിക്കങ്ങ് പോയാ മതി എന്നൊക്കെ കേട്ടിട്ടില്ലേ? എന്നങ്ങ് പോ. ഇപ്പം പോണ്ട. ഒരു കൊച്ചുമോന്റെ മാമോദിസ ഉണ്ടോ, അത് കഴിഞ്ഞ് പോകാൻ വേണ്ടി ഇരിക്കുന്നവരുണ്ട് ഇല്ലേ? ജഡത്തിന്റെ ചിന്തയാ മരണം. ഒന്ന് വായിച്ച ആത്മാവിന്റെ ചിന്തയോ വിട്ടോ, അടച്ചു വെച്ചോ. ആത്മാവിന്റെ ചിന്തയോ ജീവനും സമാധാനവും. അതുകൊണ്ട് നമ്മുടെ വാർന്ന എന്താ വരണ്ടേ? ഈ ജഡത്തിന്റെ കീഴിലായിരിക്കുന്ന കാലത്ത് നമ്മൾ ചിന്തിക്കേണ്ട മരണത്തെ പറ്റിയാ. ഇപ്പൊ എല്ലായിടത്തും കല്ലറ റെഡിയാ, എല്ലായിടത്തും സെല്ല് റെഡി. എല്ലാ പള്ളിയിലും കമ്മിറ്റി അച്ഛാ ഒരു 50 സെല്ലൂടെ അങ്ങ് ഇവിടത്തേക്കാവും. പിന്നെ ഞങ്ങളുടെ കുടുംബക്കാർക്ക് വേണ്ടി സെപ്പറേറ്റ് ഒരു കല്ലറ. ഞങ്ങളെല്ലാം കൂടെ അതിന്റെ മേളിൽ കിടന്നോളാം. അതുകൊണ്ട് ഇപ്പം പള്ളിയിൽ കൂടി ഒരു കല്ലറയാണ്. ഈയിടയ്ക്ക് ഒരുത്തം പറഞ്ഞു, എൻ്റെ അപ്പച്ചൻ്റെ അടുത്ത് ഇപ്പുറത്തെ ഈ കല്ലറ എന്തെങ്കിലും ഞാൻ പള്ളി വിട്ടു പോക്കളയോ. മരിക്കാൻ റെഡിയായിട്ടിരിക്കുക. പൗലോസ് എന്നാ പറഞ്ഞേ? യേശു ക്രിസ്തുവിനുള്ളവർ എന്താ ചിന്തിക്കേണ്ടത്? ജഡത്തിന്റെ ചിന്തയാ മരണമെന്ന്. നമ്മൾ അതിനെ പറ്റി ചിന്തിച്ച് വ്യാകുലപ്പെടുവൊന്നും വേണ്ട. നമ്മൾ ചിന്തിക്കേണ്ടത് എന്താ? എടാ, ജഡത്തിനുള്ളവർ, പിശാചിനുള്ളവർ, പാപത്തിനുള്ളവർ, അവന് ചിന്തയാ മരണം. നമ്മൾ ചിന്തിക്കുന്നത് എന്താ? ഈ ആദ്യ ഉപദേശിയും നമ്മുടെ മറ്റേ ഫിലിപ്പോസ് ഉപദേശി അവരൊക്കെ പാടിയെന്നറിയാമോ? എന്താ പാടിയത്? ഇന്നലേക്കാൾ ഇന്ന് ഞാൻ പ്രിയ നാടിനോട് ഏറ്റവും അടുത്തായത് എനിക്ക് എത്ര ആനന്ദം, എന്റെ പ്രിയനെ ഒന്ന് കാണുവാൻ. വേടുപാട്ടുകാരൻ എഴുതി, നല്ല നാഥനെ നിനക്കായി ഞാൻ സേവ ചെയ്യുമെന്ന്. വേടുപാട്ടുകാരൻ എഴുതി, കത്രുകാഹളം വാനിൽ കേൾക്കുവാൻ. അങ്ങനല്ലേ പാടിയത്? ഇതൊന്നും പാടാറില്ലയോ? ഇത് മരണത്തെ പറ്റിയുള്ള പാടുന്നത്. ഞാൻ മരിക്കുന്ന ആളായി, നാളെ ഞാൻ മരിക്കും, ഇല്ല ഞാൻ പക്ഷെ കഴിച്ച് മരിക്കും, ഇല്ല കെട്ടി ഞാൻ ആവും. അല്ല, നമ്മുടെ ചിന്ത മുഴുവൻ എന്താ? കത്രുകാഹളം വാനിൽ കേൾക്കുവാൻ, ആശയേറുന്നേ ആമേ
മരിക്കും, എന്റെ സെല്ല് റെഡിയാണോ, മോനെ നീ വരണേ, 50,000 രൂപ ബാങ്ക് ഇട്ടേക്കണേ, ഏത് റീത്താ വെക്കേണ്ടത്, ആരെയും കൊണ്ട് അനുശോചനം പറയിപ്പിക്കണം, ഇതൊന്നും നമ്മുടെ പണിയൊന്നുമല്ല കേട്ടോ. ചത്താൽ ആരെങ്കിലും കുഴിച്ചോളൂ, അല്ലെങ്കിൽ നാറ്റം വരുമ്പോ ആരെങ്കിലും കുഴിച്ചിട്ട് തന്നെ ചെയ്യും. പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ടത് അറിയാമോ? ജഡത്തിന്റെ ചിന്ത ജീവൻ. എന്റെ കർത്താവിന്റെ കാഹളധ്വനി കേൾക്കുമ്പോ ഞാൻ അവനോട് കൂടെ എഴുന്നേൽക്കുമോ? പ്രൈസ് ദി ലോർഡ്. കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി ഉയർത്തെഴുന്നേൽക്കും. അതുകൊണ്ട് ജഡത്തിന്റെ ചിന്തയാണ് മരണം. ആത്മാവ് നിയന്ത്രിക്കുന്നവൻ ചിന്തിക്കുന്നത് സമാധാനത്തെ പറ്റിയാണ്. സമാധാനം വല്ലതും ഉണ്ടോ? ഉണ്ടോ? 25 വർഷം കുടുംബജീവിതം കഴിഞ്ഞിട്ട് ആരെങ്കിലും പറയാറുണ്ടോ, അയ്യോ 25 വർഷം സമാധാനമായിട്ട് ജീവിച്ചെന്ന് പറയുന്നവരുണ്ട്. അവരെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുക. എന്നാൽ നല്ല ശതമാനവും പറയുന്നത്, അയ്യോ ഈ മനുഷ്യന്റെ കൂടെ ഞാനായിട്ട് 25 വർഷം അച്ഛാ ജീവിച്ചത്, അതിനങ്ങ് ഏമ്പക്കം പൊടിയില്ല. അതിൻ്റെ കൂടെ ഒരു പാട്ട് പാടും, എന്താ, പുരുഷന്റെ തോളിലെടുത്ത് ഒരു വൻകിരിമേൽ കയറി പോകുന്ന കാഴ്ച കണ്ടോ പാട്ടാ. 25-ാം വർഷത്തിൽ അമ്മാമ പാടിയതാ. 25 വർഷം കൊണ്ട് ഇയാളെ കൊണ്ട് നടക്കാതെ ഈ കുരിശ് നേരെ തിരിച്ചു. നമ്മളെ ചിന്ത എന്താ? സമാധാനം, ജീവനും സമാധാനം. കുടുംബജീവിതത്തിൽ സമാധാനമുണ്ടോ? ജീവിതത്തിൽ, കുടുംബജീവിതത്തിൽ സമാധാനം വേണമെങ്കിൽ യേശുവോട് ഇറങ്ങി വരണം. ഞാൻ നിങ്ങൾക്ക് ആത്മാവിന്റെ ഫലമോ സ്നേഹം. കുടുംബജീവിതത്തിൽ സ്നേഹമുണ്ടെങ്കിൽ ആരിറങ്ങി വരണം? ആത്മാവ്. ഞാൻ ഈ കഴിഞ്ഞിടയ്ക്ക് ഒരു പള്ളി പ്രസംഗിച്ച് പറഞ്ഞ അച്ഛനോട് പറഞ്ഞു, അച്ഛാ 300 കുടുംബങ്ങൾ എന്നുള്ള പള്ളിയിലുണ്ട്. അച്ഛനോട് ഞാൻ ചോദിച്ചു എങ്ങനെയുണ്ട് അച്ഛാ? മദ്യപിക്കാത്തെന്ന് പറഞ്ഞൊരു 10 കുടുംബമുള്ളത് എന്നോട് പറഞ്ഞതാ. ഞാൻ പേര് ലിസ്റ്റ് ഒന്നും പറയുന്നില്ല. മദ്യപിക്കാത്തെന്ന് പറയുന്ന 10 കുടുംബങ്ങളെ ഉള്ളൂ. ഇനി എവിടെ സമാധാനം വരാനാ? എവിടെ സമാധാനം വരാനാ? ക്രിസ്മസിനും ഈസ്റ്ററിനും ഒക്കെ നമ്മുടെ ക്രിസ്ത്യാനികള് ബിവറേജ് കോർപ്പറേഷന് കൊടുക്കുന്ന കാശ്, സ്വത്രാഷ്ട്ര കാര്യം എന്ന് പറഞ്ഞ്, പിരിവിന്റെ കാര്യം എന്ന് പറഞ്ഞ് ഈ പള്ളി മുഴുവൻ അങ്ങ് പിരിവാ. അയ്യോ പിരിച്ച് ഞങ്ങളെല്ലാം ഒരു പിരിവാക്കിയാണ്. ഈ ബിവറേജ് കോർപ്പറേഷന്റെ മുന്നേ പോയി ഹെൽമെറ്റും വെച്ചോണ്ട് വന്നിരിക്കുന്നതിന് ഒരു കുഴപ്പമില്ല. 150, 150, 250, 250, 500 500 ഒരു കണക്കില്ല. അച്ഛന് അയ്യോ അവിടെ ഒരു അനാഥാലയം ഉണ്ട്, അവിടുത്തെ ഒരു അപ്പച്ചന് 5 കാശ് കൊടുക്കണം. വിടങ്ങില്ല അച്ഛാ. 300 കുടുംബങ്ങളുള്ള പള്ളിയിൽ ഒരു അച്ഛൻ പറഞ്ഞത്, എൻ്റെ അച്ഛ എൻ്റെ വേദന ഇതാണ്, ഒരു സമാധാനവും ഇല്ലെന്ന്, കുടുംബജീവിതത്തിൽ സമാധാനം ഇല്ലെന്ന്, ഒരു സമാധാനവും ഇല്ല, സ്നേഹമില്ലെന്നോ, സമാധാനമില്ലെന്ന്. പണ്ടൊരുത്തരം എഴുതി കല്യാണം കഴിഞ്ഞിട്ട് വിവാഹ സർട്ടിഫിക്കറ്റ് നോക്കിക്കൊണ്ടിരിക്കുക. വിവാഹ സർട്ടിഫിക്കറ്റ് എന്തിനാണോ നോക്കുന്നത്? ഭാര്യ ചോദിച്ചു, അരമണിക്കൂറായിട്ട് എന്തിനായി വിവാഹ സർട്ടിഫിക്കറ്റ് നോക്കിയിരിക്കുന്നത്? അല്ലടി ഞാൻ നോക്കായിരുന്നു, എക്സ്പയറി ഡേറ്റ് എന്നാണ്. ഇങ്ങനെ ഓരോരുത്തർ നോക്കിയിരിക്കുക, എക്സ്പയറി ഡേറ്റ്. ചിലവിന് എക്സ്പയർ ആകാൻ വേണ്ടി നോക്കിയിരിക്കുക. വിവാഹ സർട്ടിഫിക്കറ്റ് അങ്ങനെ സാധനം ഇല്ല. എന്താ എക്സ്പയറി ഡേറ്റ് എന്ന് പറഞ്ഞ സാധനം ഇല്ല. ബാക്കി എല്ലാം ഉണ്ടെങ്കിലുണ്ട്. എനിക്ക് പാസ്പോർട്ട് ഉണ്ടായിരുന്നു, കഴിഞ്ഞ വർഷം തീർന്നു, റിന്യൂ ചെയ്തില്ല ഇതുവരെ. ഒരു ലൈസൻസ് ഉണ്ടായിരുന്നു, ഈ വർഷം കൊണ്ട് തീരും, അതിന് എക്സ്പയറി ഡേറ്റ് ഉണ്ട്. ഒരു ഭാര്യയുണ്ട്, ദൈവകൃത ഇപ്പൊ ഭംഗിയായിട്ട് പോകുന്നുണ്ട്, എക്സ്പയറി ഡേറ്റ് ഇല്ല. പ്രാർത്ഥിച്ചെന്നെ ഇപ്പം ഇങ്ങോട്ട് വിട്ടത്, അച്ഛൻ പോയി പ്രാർത്ഥിച്ചിട്ട് പോവാ, ഇവിടെ വന്ന് ചോദിച്ചാൽ എത്തിയോ ചോദിച്ചു. അങ്ങനെ ചോദിക്കാൻ ഒരു ഭാര്യയുള്ളത് ഓർത്ത് കർത്താവിനെ സ്തുതിക്കാം. ജീവനും സമാധാനവുമാണ് ആത്മാവിന്റെ ചിന്ത. കുടുംബജീവിതത്തിൽ ഇല്ലെങ്കിൽ ഞാൻ വിളിച്ചു പറയട്ടെ, ഭാര്യയെ പിശാചെന്ന് വിളിക്കുകയും ഭർത്താവിനെ പറവോനെന്ന് പിടിക്കുന്നതാണ് നമ്മുടെ വാക്കുകളാണെങ്കിൽ ഞാൻ പറയട്ടെ, അത് ആത്മാവിന്റെ വാക്കുകളല്ല, അത് പൈശാചിക വാക്കുകളാ. ഇന്ന് രാത്രികാലം ദൈവത്തോട് പറയണം, ദൈവമേ നിന്റെ ആത്മാവിനാൽ എന്നെ നിയന്ത്രിക്കണമേ. പ്രൈസ് ദി ലോർഡ്. രാവിലെ എഴുന്നേറ്റ് മുട്ടുമെന്ന് പറയണം, കർത്താവെ എനിക്ക് സ്നേഹിക്കാൻ പറ്റുന്നില്ല, എനിക്ക് ആത്മാവിന് നിയന്ത്രണം, സ്നേഹം കൊണ്ട് എന്നെ നിറയ്ക്കണമെന്ന്. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് പാടണം, സ്നേഹത്തിലൂടെ എല്ലാം കാണുവാ ദൈവ, സ്നേഹത്തിൽ തന്നെ എല്ലാം എന്നിൽ നിൻ ശോഭാ പകരണമേ, ജസാലെന്നെ എന്നിൽ നിൻ അതുകൊണ്ട് നമ്മൾ ആരാ? ക്രിസ്തുവേശു ഉള്ളവരൊക്കെ യേശു ഉള്ളവരുവാ. അവർ ആത്മാവിന്റെ അധീനതയിലാണ്, അവർ ആത്മാവിന്റെ നിയന്ത്രണത്തിലാണ്. ബാക്കി അടുത്ത് വായിച്ചോ. ജീവനും സമാധാനവും പിന്നെ വിട്ടോ. ജഡത്തിന്റെ ചിന്ത മരണം, ജഡത്തിന്റെ ചിന്ത മരണം, ആത്മാവിന്റെ ചിന്തയോ ജീവനും സമാധാനവും. ജഡത്തിന്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാകുന്നു. ജഡത്തിന്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാകുന്നു. അടുത്തത്
അത് ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടുന്നില്ല. ആ ജഡം എന്ന് പറയുന്നത് ന്യായപ്രമാണത്തിന് പോലും കീഴ്പ്പെടുത്താണോ? നോക്കിക്കോളൂ, നമ്മുടെ ജഡം മോശമാണോ? ന്യായപ്രമാണം പോലും കീഴ്പ്പെടത്തില്ല. പിന്നെ പള്ളിയിൽ അച്ഛനെ കീഴ്പ്പെടുവാൻ കഴിയുന്നതുമല്ല. അടുത്തത്, ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പാൻ ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് 4 തേങ്ങായി 3 പൂ കൊണ്ടൊന്നും പോയ ദൈവത്തിന് അടുത്ത് നടക്കുന്നില്ല. ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പാൻ സാധ്യമല്ല. അടുത്തത് വായി. നിങ്ങളോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോ എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിനെ ഹൃദയം കൊണ്ട് വായി കൊണ്ട് ഏറ്റുപറഞ്ഞ ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്ന നിങ്ങൾക്ക്, രക്ഷിക്കപ്പെട്ട നിങ്ങൾക്ക്, എന്താണ് വായിച്ചേ? നിങ്ങളോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു. മോശക്കാരാണോ? ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു, എന്നിൽ വസിക്കുന്നതെന്നും ജഡസ്വഭാവമുള്ളവരല്ല, ആത്മസ്വഭാവമുള്ളവരത്രേ. അടുത്തത്, ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. അടുത്തത്, ക്രിസ്തു നിങ്ങളിൽ ഉണ്ടെങ്കിലോ ശരീരം പാപം നിമിത്തം മരിക്കേണ്ടതെങ്കിലും ആത്മാവ് നീതി നിമിത്തം ജീവനാകുന്നു. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയട്ടെ, യേശുവിനെ കണ്ടുമുട്ടിയ അന്ന് നാൾ മുതൽ എന്നെയും നിങ്ങളെയും നിയന്ത്രിക്കേണ്ടത് ദൈവത്തിന്റെ പരിശുദ്ധാത്മ. അധീനതയിൽ മാത്രം പോരാ, ഓരോ ദിവസവും രാവിലെ എഴുന്നേറ്റ് മുട്ടുമെന്ന് പറയണം, ആത്മാവെ അങ്ങയുടെ നിയന്ത്രണത്തിൽ എന്നെ ആക്കണം. അങ്ങനെ നിയന്ത്രണത്തിലാക്കുന്നവർ കിട്ടുന്ന 3-ാമത്തെ അനുഗ്രഹം 14-ാം വാക്യം വായിച്ച മുന്നോട്ട് പോയാണ്. 3-ാമത്തെ അനുഗ്രഹം വായിച്ചായിട്ട് 14-ാമത്തെ വാക്യം. ദൈവാത്മാവ് നടത്തുന്നവരേവരും ദൈവത്തിന്റെ മക്കളാവും. ദൈവത്തിന്റെ മക്കളാ. അതാ 3-ാമത്തെ. 1 ആത്മാവിന്റെ അധീനതയിലായി, 2 ആത്മാവിന്റെ നിയന്ത്രണത്തിലായി, 3 എനിക്കൊരു പുതിയ ബന്ധം കിട്ടിയ ന്യൂ റിലേഷൻ. എന്റെ പേരെന്തുവാ? ഞാൻ ആരാ? ദൈവത്തിന്റെ മക്കളെന്ന്. Praise the Lord. We are the children of God or the sons of God. ദൈവത്തിന്റെ മക്കളാണെന്ന്. ഇനി പിശാചിന് നമ്മുടെ മേൽ അധികാരമില്ല, പാപത്തിന് നമ്മുടെ മേൽ അധികാരമില്ല, ജഡത്തിന് നമ്മുടെ മേൽ അധികാരമില്ല, ന്യായപ്രമാണത്തിന് അധികാരമില്ല, ലോകത്തിന്റെ ഒരു ശക്തിക്ക് നമ്മുടെ അധികാരമില്ല. കാരണം ഞാൻ ആരുടെ മോനാ? ഞാൻ യേശുവിന്റെ മകനാണ്. Praise the Lord. ഞാൻ യേശുവിന്റെ മകനാണെന്ന് ഉറപ്പുള്ളവർ കാര്യങ്ങളൊരു സ്വത്രം പറ. അല്ലെങ്കിൽ എന്താ കൈ പൊങ്ങാത്തത്? ഈ കൈ പൊങ്ങേണ്ടത് യേശുവിന് വേണ്ടി കേട്ടോ. യേശുവിന്റെ 2 കൈ പബ്ലിക്കായിട്ടാണ് തൂങ്ങിയത്, എനിക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി. രഹസ്യമായിട്ടൊന്നും അല്ലായിരുന്നു. കാൽവരി കുരിശിൻ മലയിൽ തന്റെ കൈ എനിക്ക് നിങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ തന്നെ കിടന്നത്, ആണി അടിച്ചത് ഈ കരം കൊണ്ട. ആ കരം എനിക്ക് തന്നെങ്കിൽ എന്തുകൊണ്ട് ഈ കരം ഉയർത്തി അങ്ങനെ സ്വന്തം പറഞ്ഞുകൂടാ? Praise the Lord. ഒന്നുകൂടെ സ്വന്തം പറഞ്ഞാണ് പ്രിയമുള്ളവരെ. Praise the Lord. ഈ കരങ്ങൾ യേശുവിന്റേതാ, ഈ കൈകൾ യേശുവിന്റേതാ, ഈ കാലുകൾ യേശുവിന്റേതാ, ഈ നാവ് യേശുവിന്റേതാ, ഈ ചെവി യേശുവിന്റേതാ, ഈ മൂക്ക് യേശുവിന്റേതാ, ഈ ജ്ഞാനം യേശുവിന്റേതാ. യേശു അല്ലാതെ എനിക്കൊന്നുമില്ല. Praise the Lord. ഹല്ലേലൂയ. നാം ദൈവത്തിന്റെ മക്കളാണ്. ദൈവത്തിന്റെ മക്കൾക്ക് ഒരു ഇരിപ്പുണ്ട്, ദൈവത്തിന്റെ മക്കൾക്ക് ഒരു നടപ്പുണ്ട്, ദൈവത്തിന്റെ മക്കൾക്ക് ഒരു ഭാഷയുണ്ട്, ദൈവമക്കൾക്ക് ഒരു സംസ്കാരമുണ്ട്, അവർക്കൊരു ജീവിത ശൈലിയുണ്ട്, അവർക്കൊരു കൂട്ടായ്മയുണ്ട്, അവരുടെ സ്വഭാവം വ്യത്യസ്തമാണ്. Praise the Lord. അവന്റെ മക്കളാണ് നമ്മള് മോശക്കാരൊന്നുമല്ല കേട്ടോ. റോമാലേഖനം 4-ാമത്തെ 8-ാമത്തെ 14-ാമത്തെ പറഞ്ഞിരിക്കുന്നത്, എനിക്ക് പുതിയൊരു ബന്ധം കിട്ടി. ആ ബന്ധം എന്ന് പറഞ്ഞിരിക്കുന്നത്, ഞാൻ യേശുവിലായ അന്ന് തൊട്ട് ഞാൻ യേശുവിന്റെ മകളാ. Praise the Lord. അതുകൊണ്ട് പിശാച് ഈ ജഡകീയമായ ചിന്ത മരണം കൊണ്ടൊക്കെ വരും പറയണം, പിശാച് നീ എന്നെ വിട്ടു പോകാൻ. Praise the Lord. ഹല്ലേലൂയ. 4-ാമത്തെ അനുഗ്രഹം വായിച്ചാട്ട്. 4-ാമത്തെ അനുഗ്രഹം അതിന്റെ 8-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യം. The fourth blessing. 4-ാം അധ്യായം 18-ാമത്തെ വാക്യം. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. Praise the Lord. 4-ാമത്തെ അനുഗ്രഹം എനിക്ക് പുതിയൊരു പ്രത്യാശ തന്നു. പ്രത്യാശയുടെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് നിരാശ എന്ന. നിരാശയുള്ളവനായിരുന്നു ഞാൻ. എന്റെ ചിന്ത എപ്പോഴും ആത്മഹത്യ ചെയ്യണമെന്നായിരുന്നു. അതൊക്കെ മാറണം. ഈ കഴിഞ്ഞിടയ്ക്ക് ഒരു മനുഷ്യൻ കിണറ്റിൽ പോയി ചാടി, രോഗിയായി. അദ്ദേഹത്തിന് ഈ രോഗം തന്റെ ശരീരത്തെ കാർന്നിരുന്നത് സഹിക്കാൻ വയ്യാഞ്ഞിട്ട് ആരും അറിയാതെ പോയി കിണറ്റിൽ ചാടി ആത്മഹത്യ ചെയ്തു. പൗലോസ് അപ്പോസ്തലൻ എന്താ പറഞ്ഞത്? ഒന്നുകൂടെ വായിച്ചേ, ആ വാക്യം ഒന്നുകൂടെ വായിച്ചേ. 8-18. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല. Praise the Lord. കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ നിത്യ തേജസ്സും ഘനം
കണ്ടുമീൻ. ഈ നമ്മൾക്ക് മരണത്തില് നമ്മളെ പ്രിയപ്പെട്ടവരെ ശവപ്പെട്ടി കിടക്കുമ്പോ നമ്മൾ ആ ശവത്തിന് മുമ്പിൽ നിന്നുകൊണ്ട് ദുഃഖിക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ കഷ്ടങ്ങൾക്കപ്പുറം വെളിപ്പെടുവാനുള്ള ഒരു തേജസ് ഉണ്ടെന്ന്. എന്റെ 4ാമത്തെ അനുഗ്രഹം, the Christ has given me a new hope. The hope is that I will be with Christ eternally. ഞാൻ നിത്യതയില് എന്റെ കർത്താവിനോട് കൂടെ ഇരിക്കും. അതുകൊണ്ട് ഈ ഭൂമിയിലെ കഷ്ടങ്ങൾ ഞാൻ സാരമില്ല എന്ന് എണ്ണുന്നു. എനിക്കൊന്നും ഒരിക്കലും 4ാം കൺവെൻഷനായി പാട്ടിറങ്ങിയത് കഷ്ടങ്ങൾ സാരമില്ലെന്ന്. അതിനടുത്ത വർഷം മറ്റൊരാൾ എഴുതി കഷ്ടങ്ങൾക്ക് സ്ഥാനമുണ്ട്, ഇല്ലേ, എല്ലാ ദുഃഖങ്ങൾക്കും ഹേതുവുണ്ട്. 2 പാട്ടും സത്യമാ. കഷ്ടങ്ങൾക്ക് സ്ഥാനമുണ്ട്, ക്രിസ്തുവിലുള്ളവന് കഷ്ടമുണ്ട്. എന്നാൽ ആ ക്രിസ്തുവിൽ കഷ്ടം അനുഭവിക്കുന്നവൻ അവൻ രാവിലെയും വൈകിട്ടും പാടും നിത്യ തേജസ്സിൻ ഘനമോർത്തിടുമ്പോ നൊടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതാണ് നമ്മുടെ പ്രത്യാശ. വരുവാനുള്ള തേജസ്. എന്താ വരുവാനുള്ള തേജസ്? അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതി, ഈ ദേവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മധ്യമായത് അമർത്യത്തെയും പിന്നെ ധരിക്കുമ്പോ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്നുള്ള ശബ്ദം കേൾക്കും. യേശു ക്രിസ്തു ഒരു മരിച്ച വീട്ടിൽ കിടന്നുകൊണ്ടാണ് ഒരു പ്രഖ്യാപനം നടത്തിയത്, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. പിന്നെ എന്നിൽ വിശ്വസിക്കുന്നവർ മരിച്ചാലും ജീവിക്കും, ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും. പ്രൈസ് ദി ലോർഡ്. ധൈര്യത്തോടെ മരണത്തെ നോക്കി. ലോക ചരിത്രത്തിൽ മരണത്തെ വെല്ലുവിളിച്ചിട്ടുണ്ടെങ്കിൽ അത് മറ്റാരുമല്ല, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തന്നെയാണ്. പ്രൈസ് ദി ലോർഡ്. യേശു പറഞ്ഞു, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. പൗലോസ് അപ്പോസ്തലന് കൊരിന്ത്യർ ലേഖനത്തിൽ എഴുതി, ലോക ചരിത്രത്തില് മരണത്തെ വെല്ലുവിളിച്ച ഒരു അപ്പോസ്തലൻ ഉണ്ടെങ്കിൽ, മരണത്തെ വെല്ലുവിളിച്ച ഒരു കർത്താവ് ഉണ്ടെങ്കിൽ, മരണത്തെ വെല്ലുവിളിക്കുന്ന ഒരു കൂട്ടമുണ്ടെങ്കിൽ അത് യേശുവിന്റെ രക്തത്താല് വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിന്റെ ജനമാണ്. പ്രൈസ് ദി ലോർഡ്. നമുക്കൊരു പ്രത്യാശയുണ്ട്. പാരിലാരും പാടിടാത്ത പാട്ട് നമ്മൾ പാടും, പാരിലാരും ചൂടിടാത്ത വാടാമൂടി ചൂടും. എണ്ണയുണ്ടോ നിൻവിളക്കിൽ, നീ ഒരുക്കിയിട്ടുണ്ടോ? എനിക്ക് വേണ്ടി വരുന്ന ഒരു കർത്താവുണ്ട്. അതാണ് എന്റെ പ്രത്യാശ. കിരീടങ്ങള് എത്ര ഉണ്ട്? 6 കിരീടങ്ങളുണ്ട്. ഈ കിരീടങ്ങൾ വാങ്ങിപ്പാൻ തേജസ്സോടെ ഞാൻ എന്റെ കർത്താവിന്റെ സന്നിധിയിൽ എടുക്കപ്പെടും. യേശുവിലായവർക്ക് ഈ പ്രത്യാശയുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഒരു കല്ലറയ്ക്കും എന്റെ കർത്താവിനെ തകർത്തു വെപ്പാൻ സാധ്യമായില്ല, അടക്കി വെക്കാൻ സാധ്യമായില്ല. അങ്ങനെയാണെങ്കിൽ ഈ ലോകത്തിലെ ഒരു കല്ലറയ്ക്കും എന്നെയും നിങ്ങളെ അടക്കുവാൻ സാധ്യമല്ല. കാഹള ധ്വനിക്കുമ്പോ നമ്മൾ ഉയരും. പ്രൈസ് ദി ലോർഡ്. മേഘാരുടനായി വന്നിടുവേ 10,000ങ്ങളിൽ സുന്ദരൻ താൻ. എന്റെ പ്രത്യാശ അതാണ്. എന്റെ കർത്താവ് വരും. 5 വായിച്ചാട്ട് 5 എന്റെ 26ാമത്തെ വാക്യം, 5ാമത്തെ അനുഗ്രഹം. അവിടം തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ. അടുത്തത്, ആത്മാവ് തന്നെ ഉച്ചരിച്ചുകൂടാത്ത ഞെരുക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. 5ാമത്തെ അനുഗ്രഹം, ഐ റിസീവ്ഡ് എ ന്യൂ ഹെൽപ്പ്. എനിക്കൊരു പുതിയ സഹായകനെ കിട്ടി. ആ സഹായകൻ ആരാ? ദൈവത്തിന്റെ ആത്മാവ്. I do not know how to pray. മഹാനായ സ്പർജൻ തന്റെ ബുക്കിൽ എഴുതി, the Lord does not look at the arithmetic of your prayers, the rhetoric of your prayers, the language of your prayers, the tune of your prayers. ദൈവം നോക്കുന്നത് നിന്റെ പ്രാർത്ഥനയുടെ നീളത്തിലല്ല, വലിപ്പത്തിലല്ല, ഭാഷയിലല്ല, സംസ്കാരത്തിലല്ല. ദൈവം നോക്കുന്നത് the divinity of your prayers. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ആത്മാർത്ഥതയുണ്ടോ, ദൈവികയുണ്ടോ, അവിടെയാണ് ദൈവം നോക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. വേണ്ടും വണ്ണം പ്രാർത്ഥിക്കണമെന്ന് നമുക്കാർക്കും അറിയത്തില്ലെന്നോ? ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, പല സഭകളിൽ നിന്നും കടന്നാണ് ഇവിടെ ഇരിക്കുന്നത്. നിങ്ങൾ എത്ര പേര് പള്ളിയിൽ പബ്ലിക്കായിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട്? കൈകൾ നോക്കാം. വേണ്ട, ഒക്കിക്കുന്നില്ല. നാളെ വന്നില്ലെങ്കിൽ അതിനും പ്രയാസം. പബ്ലിക്കായിട്ട് പള്ളിയിൽ പ്രാർത്ഥിച്ച എത്ര പേരുണ്ട്? മധ്യസ്ഥ പ്രാർത്ഥനകൾ ഭൂരിപക്ഷം പള്ളിയിലും കോൺട്രാക്റ്റ് ആയിരുന്നു. പ്രാർത്ഥന കോൺട്രാക്റ്റ്. ആ അമ്മച്ചി അവിടെ അമ്മച്ചി റെഡിയാണ് എല്ലാ ദിവസവും. അമ്മച്ചി ഒരു 5 മിനിറ്റ് ഒരു കാശം. അപ്പച്ചൻ 10 മിനിറ്റ് റെഡിയായിട്ടാണ് വന്നിരിക്കുന്നത്. ഈ അപ്പച്ചനും അമ്മച്ചിയും 25 വർഷമായിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. ബാക്കി എല്ലാവരും
ഉറങ്ങിക്കൊണ്ടേയിരിക്കുക. കണ്ടില്ലേ മധ്യ പ്രാർത്ഥനയ്ക്ക് എന്നോ പോകാൻ പോകുന്നത്? കാരണം രാത്രി വീട്ടിൽ ഉറക്കമൊന്നുമില്ല. ചിലരൊക്കെ ചെന്നാൽ ബെഞ്ച് ഇടിച്ചിട്ട് തല മഴിച്ച് എന്താ പറ്റി ഒന്നും പറ്റിയില്ല, പ്രാർത്ഥിച്ചപ്പോൾ അതായിട്ട് പോയാണ് വിനയം കൊണ്ട്. നമുക്കാർക്കും പ്രാർത്ഥിക്കാൻ അറിയത്തില്ല. We do not know how to pray. അങ്ങനെയൊക്കെ നിർവഹിച്ചു ഞാൻ പറയും വ്യവസ്ഥ പോലെ മാറ്റി അങ്ങനെ വഴിക്ക് കിട്ടോ. അവിടം തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നൽകുന്നു. അടുത്ത വാക്ക് കേട്ടോടെ പേനാണ്ട് പറയട്ടോ. വേണ്ടും പോലെ പ്രാർത്ഥിക്കാൻ എന്താന്ന് നാം അറിയുന്നില്ലല്ലോ. നമുക്ക് അറിയത്തില്ലെന്ന് പ്രാർത്ഥിക്കാൻ അറിയാൻ നാലോട് ഇരിപ്പുണ്ടോ? എനിക്കറിയത്തില്ല കേട്ടോ. നിങ്ങൾക്കറിയാമെങ്കിൽ പ്രാർത്ഥിച്ചു. പ്രബന്ധിക്കാൻ നമുക്കറിയത്തില്ല വേണ്ടും വേണം പ്രാർത്ഥിക്കാൻ. വേറെ ദിവസം വേണ്ടും വേണം വായിക്കാൻ നമുക്കറിയത്തില്ല. പണ്ടൊരു കൊച്ചു വായിച്ചില്ലേ, നീതിമാൻ തുണിയില്ലാതിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. വീണ്ടും വേണം വായിക്കാൻ. അപ്പം കേട്ട അപ്പച്ചൻ പറഞ്ഞു കുഴപ്പമില്ല മോളെ, നീതിമാനെ ഒരിക്കലും ദൈവം തുണിയില്ല ഇരുത്തത്തില്ല, അവർ തുണി കൊടുത്തിരിക്കും ഇല്ലേ. നമ്മൾ അപ്പം ഇറക്കുന്നത് കണ്ടിട്ടുണ്ടോ? ദൈവം നമുക്ക് തരുമെന്നേ. വേറത്തെ വായിച്ചില്ലേ, നീതിമാൻ എന്നൊക്കെ ഓർമ്മയിലിരിക്കുമെന്ന്. കാരണം ഈ ഓർമ്മയുടെ മേളത്തെ ചന്ദ്രക്കൊല കണ്ടില്ല, ഓർമ്മയിലിരിക്കുമെന്ന്. നമുക്ക് വീണ്ടും വേണം വായിക്കാൻ അറിയത്തില്ല, വീണ്ടും പറയുന്നില്ല. വീണ്ടും വേണം വായിക്കാൻ, വീണ്ടും പാടാൻ നമുക്കറിയാമോ? പണ്ട് പാടിയ നീ മാത്രമേ എനിക്ക് ആദായം, ഒട്ടും പാടിയതാ. നീ മാത്രമാണ് എനിക്ക് ആദായം. ആദായം കൊണ്ടാണ് കുറെ പാട്ടുള്ളത്. കർത്താവിനെ കൊണ്ട് ആദായം എന്ന് പാടിയതാ ഇല്ലയോ? അങ്ങനെ പാട്ടില്ലേ? വീണ്ടും വേണം പാടാനും അറിയത്തില്ല, വീണ്ടും വേണം വായിക്കാനും അറിയത്തില്ല. പണ്ടൊക്കെ വേദവസം വായിക്കുമ്പോൾ അപ്പച്ചന്മാരോട് ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കുമായിരുന്നു. ഇപ്പം പറഞ്ഞാൽ പിന്നെ ആൾക്കാർ പള്ളി വരത്തില്ല. അതുകൊണ്ട് അപ്പച്ചനും വേണ്ടത്തില്ല, അവരെങ്ങനെങ്കിലും വായിച്ചാൽ പോട്ടെ ഇല്ലയോ? എന്തൊക്കെ വായിച്ചു കൊടുത്തു. ഇപ്പോഴത്തെ പിള്ളേരെ പിന്നെ ഇംഗ്ലീഷ് എടുത്ത് വിടുന്നുണ്ട്. ഐ ഡു നോട്ട് നോ ഇംഗ്ലീഷ്, ഐ ഡു നോട്ട് നോ മലയാളം. ബർഗറും പിസ്സയെല്ലാം കഴിച്ചവരും മലയാളം അറിയത്തില്ല. പണ്ട് അച്ഛൻ പറഞ്ഞ എൻ്റെ അച്ഛ 3 ഏക്കർ സ്ഥലം പറ്റിയവൻ ഇംഗ്ലീഷ് എടുത്ത് പഠിച്ചിട്ട് ഇതിനിപ്പോൾ ചോദിക്കുന്നത് ഇങ്ങനെയൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പനോട് ചോദിക്കുന്നത് മലയാളത്തിൽ ഇവിടെ ജനിച്ചവനാണ്, രംഗത്ത് ജനിച്ചവനാണ്. അപ്പനോട് ചോദിക്കുന്നത് വാട്ട് ഡാഡ്. എന്നോട് അപ്പം പറഞ്ഞ എൻ്റെ അച്ഛ 3 ഏക്കർ സ്ഥലവും വിറ്റു, ഇംഗ്ലീഷ് എടുത്ത് കാശ് കൊടുത്തു. പിന്നെ ഇപ്പം എന്നെ വിളിക്കുന്നത് ഡാഡ് 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 ഡാഡ്. ചിലപ്പോൾ ഡാന്നൊക്കെ ആയിപ്പോയി ഡാഡേ. കാശ് കൊടുത്ത് പഠിപ്പിക്കുകയല്ലേ നമ്മളൊക്കെ, പഠിപ്പിച്ചു വിടുക. വീണ്ടും വണ്ണം വായിക്കാനും അറിയത്തില്ല, വീണ്ടും വണ്ണം പാടാനും അറിയത്തില്ല, പിന്നെ വീണ്ടും വണ്ണം സംസാരിക്കാനും അറിയത്തില്ല. വേണ്ട സംസ്കാരവും ഇല്ല. ഉണ്ടോ? പള്ളിയിലൊക്കെ അച്ഛന്മാർ വീടിൽ നിന്നപ്പോൾ അവന് കാലം പറ്റിയിരിക്കുക. പാട്ടച്ഛൻ ഇവിടെ അച്ഛൻ പറഞ്ഞ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അച്ഛാ. ഗുഡ് മോർണിംഗ് എന്താ? വീണ്ടും വേണം നമുക്ക് എന്തോ അറിയാം. പാട്ടില്ലോ പൗലോസ് പറഞ്ഞു നമുക്കൊന്നും അറിയത്തില്ല. ആത്മാവ് നമ്മുടെ ബലഹീനതയിൽ തുണ നിൽക്കുന്നത്. അടുത്ത വായിച്ചോ. എന്നാൽ ആത്മാവ് വിശുദ്ധർക്ക് വേണ്ടി ദൈവിക പ്രകാരം പക്ഷപാതം ചെയ്യുന്നത് കൊണ്ട് കേട്ടിട്ടുണ്ടോ? എൻകോഡിംഗ് ആൻഡ് ഡീകോഡിംഗ്. ഇത് ശരിയല്ലാത്തതൊക്കെ ശരിയാക്കി വിടുമെന്ന്. ചില കമ്പ്യൂട്ടറിൽ കയറിയ റിഫ്രഷ് എന്നൊക്കെ ഒരു വാക്കുകൾ കാണാം. കമ്പ്യൂട്ടർ ചിലപ്പോൾ തോമസ് ഉള്ള പേരെ തോമാന്ന് കാണിക്കും. ഉടനെ അത് പറയും ശരിയല്ല, തോമസ് എഴുതാൻ പറയും. കറക്റ്റ് ചെയ്ത സ്വർഗത്തിലോട്ട് നമ്മളെ പ്രാർത്ഥനയൊക്കെ കറക്റ്റ് ചെയ്ത് വിടുന്നത് ദൈവം തമ്പുരാനാണ്. ഈ ഇടയ്ക്ക് എനിക്കൊരു അർത്ഥം പറ്റി. എൻ്റെ പള്ളിയിൽ ഒരു സഹോദരൻ വന്ന് പറഞ്ഞു പിന്നെ മോന് പനിയാണ്. ഞാൻ പറഞ്ഞപ്പോൾ അത് ഭാര്യയ്ക്ക് പനിയായിട്ട് തീർന്നു. അവസാനം പള്ളി കഴിഞ്ഞിറങ്ങിയപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞ അച്ഛാ എൻ്റെ ഭാര്യയ്ക്ക് പനിയാണെന്നാണ് പറഞ്ഞത്. പിന്നെ മോനാ ഭാര്യ പനിയാന്ന് പറഞ്ഞ അച്ഛൻ തന്നെ ഭാര്യയ്ക്കാണ്. ഞാൻ പറഞ്ഞ സഹോദരൻ പേടിക്കേണ്ട, റോമാലേഖനം 8-ാം പറഞ്ഞിട്ടുണ്ട് ദൈവം തമ്പുരാൻ എന്ത് ചെയ്യും? ഇത് കറക്റ്റ് ചെയ്താൽ എത്തിച്ചോളൂന്ന്. വീണ്ടും വണ്ണം പ്രാർത്ഥിക്കാൻ നമുക്ക് അറിഞ്ഞുകൂടാ. We do not know how to pray. അതുകൊണ്ട് ആത്മാവിന്റെ ശക്തിയിലേക്ക് വരുമ്പോ എനിക്ക് പ്രാർത്ഥിക്കാൻ കൃപയും. അതുകൊണ്ട് പണ്ട് ചുങ്കക്കാരനും അതുപോലെ തന്നെ ഈ ചുങ്കക്കാരനും അതുപോലെ തന്നെ മറ്റേ പരീക്ഷനും കൂടെ പ്രാർത്ഥിക്കാൻ പോയപ്പോൾ പരീക്ഷന്റെ പ്രാർത്ഥന നീണ്ട പ്രാർത്ഥനയായിരുന്നു. ഈ ചുങ്കക്കാരൻ ചെന്നിട്ട് ഒറ്റ സെന്റൻസ് പ്രാർത്ഥിച്ചുള്ളൂ. എന്താ പ്രാർത്ഥന? ഈ ചുങ്കക്കാരന്റെ പ്രാർത്ഥന നമ്മുടെ പള്ളികളൊക്കെ നടന്നായിരുന്ന പല്ലും ഉറങ്ങത്തില്ലായിരുന്നു. ഒറ്റ വരി രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ, ആ രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന യേശുവിന്റെ നാമത്തിൽ തന്നെ മതി. ഇതങ്ങ് നീട്ടില്ലയോ, നീ പറഞ്ഞിട്ടില്ലയോ, അങ്ങനെ ഇല്ലയോ, നീ പറഞ്ഞിട്ടില്ലയോ, അങ്ങനെ എഴുതിയിട്ടില്ലയോ, ഇങ്ങനെ എഴുതിയിട്ടില്ലയോ, കർത്താവേ നിനക്ക് അറിയത്തില്ലയോ? പിന്നെ നിനക്കറിയാം. ചുങ്കക്കാരൻ അങ്ങോട്ട് പറഞ്ഞു പാപിയായ എന്നോട് കരുണയുണ്ടാകണം. ഒറ്റ സ്റ്റേറ്റ്മെന്റ് പ്രാർത്ഥന തീർന്നു. ആരും ഉറങ്ങി കാണത്തില്ല അവിടെ. ഇപ്പൊ നമ്മുടെ പ്രാർത്ഥന ഉറക്ക പ്രാർത്ഥനകളായിട്ട് മാറ്റിയിരിക്കുക. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഒരു പാട്ട് കൊടുത്ത് ഡ്രമ്മൊക്കെ അടിച്ച് വേണമെന്ന് പൊക്കാൻ.
എൻകോഡിങ് ആൻഡ് ഡീകോഡിങ്. പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുന്നത്. അതാണ് എനിക്ക് പുതിയൊരു സഹായം കിട്ടി. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എന്റെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു സ്വർഗീയ സംഘടന സ്വർഗത്തിലുണ്ടെന്ന്. പ്രൈസ് ദി ലോർഡ്. ഐ ഡു നോട്ട് നോ ഹൗ ടു പ്രേ. ഞാൻ പറയട്ടെ, വേദപുസ്തകത്തിൽ പ്രാർത്ഥിക്കാൻ അറിയാൻ പറ്റാത്തൊരു സ്ത്രീ ഉണ്ടായിരുന്നു. ആ സ്ത്രീയുടെ പേരറിയാം. പഴയ നിയമത്തിൽ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു, പ്രാർത്ഥിക്കാൻ അറിയത്തില്ലായിരുന്നു. പ്രാർത്ഥിച്ചു, പക്ഷേ ആരൊന്നും കേട്ടില്ല. അവിടെ ഇരുന്ന പുരോഹിതനൊന്നും കേട്ടില്ല. ആ പുരോഹിതന്റെ പേരെന്താ? എലി. അതന്നെ, എങ്ങനെ വേണേലും പറഞ്ഞു. ഏലി പുരോഹിതൻ. ഈ പുരോഹിതൻ കേട്ടില്ലെന്ന് ആ സ്ത്രീ വല്ലതും പ്രാർത്ഥിച്ചു. ആരും കേട്ടില്ല. പുരോഹിതനൊന്നും കേട്ടില്ല. പുരോഹിതൻ ഇത്രേ ഉള്ളൂ, ചുണ്ടനങ്ങുന്ന മാത്രമേ ഉള്ളൂ. ചോദിച്ചു, നീ എന്തെടുക്കുക? നീ വല്ല ഇങ്ങനൊക്കെ ഇത് ചുണ്ടൊക്കെ അനക്കാൻ നിനക്ക് വല്ലതും, നീ വല്ല മദ്യം വല്ലതും കഴിച്ചിട്ടുണ്ടോ? ഇല്ല പുരോഹിതനെ, ഞാൻ ദൈവസന്നിധിയിൽ എൻ്റെ ഹൃദയം പകരുകയത്രേ ചെയ്യുന്നത്. ദ ഷോർട്ടസ്റ്റ് ഡെഫിനിഷൻ ഓഫ് പ്രയർ. ഞാൻ വേദപുസ്തകത്തിൽ കണ്ട ഏറ്റവും ചുരുക്കിയ പ്രാർത്ഥന എന്ന് പറയുന്ന ആ പ്രാർത്ഥനയാണ്. പ്രാർത്ഥനയുടെ നിർവചനം ചോദിച്ചാൽ ഞാൻ പറയും, ഹന്ന പറഞ്ഞതാണ് പ്രാർത്ഥനയുടെ ഷോർട്ടസ്റ്റ് നിർവചനം. ദൈവസന്നിധിയിൽ ഞാൻ ഹൃദയം പകരുകയത്രേ ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്. രാവിലെ ചെന്ന് നമ്മൾ പാടുന്ന പാട്ടുണ്ട്, പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, യാചന നൽകണമേ. പുത്രന്റെ നാമത്തിൽ ചോദിക്കും കാര്യങ്ങൾ ഉത്തരം തരുളാമെന്ന് പറഞ്ഞവന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുക. പ്രൈസ് ദി ലോർഡ്. അതാണ് ആ 5ാമത്തെ അനുഗ്രഹം. എനിക്ക് പുതിയൊരു സഹായം കിട്ടി. 6ാമത്തെ അനുഗ്രഹം വായിച്ചാട്ട് അതിന്റെ 28ാമത്തെ വാക്യം. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. 6ാമത്തെ അനുഗ്രഹം, എ ന്യൂ നോളജ്. എനിക്ക് പുതിയൊരു അറിവ് കിട്ടി. അതിനെ ഇംഗ്ലീഷ് പറഞ്ഞിരിക്കുന്ന യുറേഖ. എന്താ യുറേഖ? ഒരു പുതിയ അറിവ്. ഒന്നിനെ വായിച്ചു, വായിച്ചിടണം. എന്താ? എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. 6ാമത്തെ അനുഗ്രഹം, എനിക്ക് പുതിയൊരു അറിവ് കിട്ടി. എന്താ അറിവ്? എന്റെ വേദന നന്മയ്ക്കായിട്ടാ, എന്റെ രോഗം നന്മയ്ക്കായിട്ടാ, എന്റെ വീഴ്ച നന്മയ്ക്കായിട്ടാ, എന്റെ വളർച്ച നന്മയ്ക്കായിട്ടാ, എന്റെ ശോധനകൾ നന്മയ്ക്കായിട്ടാ, എന്റെ ചെവി വേദന നന്മയ്ക്കായിട്ടാ, എന്റെ മൂക്കിലെ വേദന നന്മയ്ക്കായിട്ടാ, എന്റെ ക്യാൻസർ നന്മയ്ക്കായിട്ടാണെന്ന് പറഞ്ഞിരിക്കുന്നത്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക്. അത് സങ്കീർത്തനം 119 എഴുതിയിട്ടുണ്ട്. ഞാൻ കഷ്ടതയിലായത് എനിക്ക് ഗുണമായി, നിന്റെ ന്യായപ്രമാണങ്ങളെ പഠിക്കേണ്ടതിന് ഞാൻ കഷ്ടതയിലായത് ഗുണമായി. അല്ലെങ്കിൽ ഞാൻ പതറിപ്പോകുമായിരുന്നു, ഒരു മദ്യപാനിയാകുമായിരുന്നു, ഒരു നിരീശ്വരവാദിയാകുമായിരുന്നു, അല്ലെങ്കിൽ ദൈവത്തെ വിട്ടകന്നു പോലുമായിരുന്നു, ഞാൻ പള്ളിക്കരാത്തനാകുമായിരുന്നു, ഒരിക്കലും പ്രാർത്ഥിക്കാത്തനാകുമായിരുന്നു, ഒരിക്കൽ കുടുംബ പ്രാർത്ഥന. എന്നാൽ അതിൽ നിന്ന് എന്റെ ജീവിതത്തിലെ കഷ്ടങ്ങൾ എന്നെ യേശുവിനോട് അടുത്ത് 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 കൊണ്ടുവന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവസാനത്തെ അനുഗ്രഹം വായിച്ചാട്ടെ. 7ാമത്തെ അനുഗ്രഹം 31ാമത്തെ വാക്യം. 31. ഇത് സംബന്ധിച്ച് നാം എന്തു പറയേണ്ടു? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലമാ. സ്വന്തം പുത്രനെ ആദരിക്കാതെ, വായിച്ചു, സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ? 7ാമത്തെ അനുഗ്രഹം, എ ന്യൂ അഷ്വറൻസ്. എനിക്ക് പുതിയ ഉറപ്പ് കിട്ടി. ആ പുതിയ ഉറപ്പ് എന്ന് പറഞ്ഞത്, ദൈവം എനിക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമായ. If God is with me, who can be against me? ദൈവം എനിക്ക് അനുകൂലമെങ്കിൽ എനിക്ക് പ്രതികൂലമായ. എരുതിയിൽ വീണാലും അവിടെ ഞാൻ ഏകനല്ല, വീഴുന്നതോ തീയിലല്ല, എന്റെ യേശുവിന്റെ കരങ്ങളില. ദൈവം എനിക്ക് അനുകൂലമെന്ന് ഞാൻ അറിയുന്നു. ഹല്ലേലൂയ. അതാണ് എനിക്ക് പുതിയ ഒരു ഉറപ്പ് കിട്ടി. എനിക്ക് എന്റെ കൂടെ ആരുണ്ട്? എന്റെ ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഞാൻ ഒരു ഇടവകയിലായിരുന്ന അവസരത്തില് ഒരു സഹോദരി, അവരെ കല്യാണം കഴിഞ്ഞ് ദൈവം തമ്പുരാൻ ഒരു പൈതലിനെ ആ സഹോദരിയുടെ ദൈവം കൊടുത്തു. ഉദരത്തിൽ വളരുന്ന ഈ കുഞ്ഞിനെ കൊണ്ട് സ്കാൻ ചെയ്യാനായിട്ട് ഡോക്ടർ അടുത്ത് പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു, നിങ്ങളുടെ ഉദരത്തിൽ വളർന്ന കുഞ്ഞിന് കുറവുകളുണ്ട്, ഹൃദയത്തിന് പ്രശ്നങ്ങളുണ്ട്, അത് ജനിച്ചാൽ ഉടനെ മരിക്കുമെന്ന്. അതുകൊണ്ട് കുഞ്ഞിനിപ്പോ 2 മാസമായിട്ടുള്ളല്ലോ,
അതുകൊണ്ട് ഇതിനെ അങ്ങ് അബോർഷൻ ചെയ്ത് കളയാൻ പറഞ്ഞു. ആ അമ്മ സങ്കടത്തോടെ വീട്ടിൽ വന്ന ഈ ചെറുപ്പക്കാരി പെൺകുട്ടി തന്റെ അമ്മായിപ്പനോട് പറയുന്നുണ്ട്, ദിസ് ഈസ് വാട്ട് ദ ഡോക്ടർ സെഡ്. ഡോക്ടർ പറഞ്ഞ ഇതാണ് ആ പിഞ്ചു പൈതലിനെ, ഉദരത്തിൽ പറഞ്ഞ കുഞ്ഞിനെ ഇല്ലാതാക്കിയേക്കാൻ ഡോക്ടർ പറഞ്ഞത്. ഈ അപ്പച്ചൻ ഈ ന്യൂസ് കേട്ട് എന്റെ അടുത്ത് പറഞ്ഞു, അച്ഛാ എന്റെ മരുമകള് ഇന്ന് ഹോസ്പിറ്റലിൽ പോയിരുന്നു, ഡോക്ടർ പറഞ്ഞ മറുപടി ഇതാണ്, എന്ത് ചെയ്യണമെന്ന് ഞാൻ അറിഞ്ഞുകൂടാ അച്ഛാ. ഞാൻ പറഞ്ഞു, അച്ഛാ നമുക്ക് പ്രാർത്ഥിക്കാവുന്ന, ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആര്? അന്ന് തൊട്ട് ഞങ്ങളുടെ ഉപവാസ പ്രാർത്ഥന ആരംഭിച്ചു. അതൊരു ഉപവാസ പ്രാർത്ഥന തുടങ്ങാനുള്ള കാരണമായിട്ട് തീർന്നു. ഈ സഹോദരിക്ക് വേണ്ടി ഞങ്ങൾ 8 മാസം പ്രാർത്ഥിച്ചു, 9ാം മാസവും പ്രാർത്ഥിച്ചു. ആ 9ാം മാസം വരെ ഡോക്ടർ പറഞ്ഞത്, ബി റെഡി ഫോർ എ ഫ്യൂണറൽ, നീ ഒരു സംസ്കാരത്തിന് വേണ്ടി ഒരുങ്ങിക്കൊള്ളാൻ ഈ അമ്മയെയും അപ്പനെയും വിളിച്ച് ഡോക്ടർ അവസാനമായിട്ട് പറയുകയാണ്. എന്ന് പറഞ്ഞ്, ഇൻഫോം യുവർ പ്രീസ്റ്റ്, ലെറ്റ് ഹിം കം ആൻഡ് പ്രേ ഫോർ ദ ന്യൂ ബോൺ ബേബി, ദെൻ ഫോർ ദ ഫ്യൂണറൽ സർവീസ്. നിങ്ങളുടെ അച്ഛനെ വിളിച്ചോണ്ട് വാ, അച്ഛൻ പ്രാർത്ഥിക്കട്ടെ. അച്ഛൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് ശവസംസ്കാരത്തിന് വേണ്ടി ഒരുങ്ങാൻ വേണ്ട അറേഞ്ച്മെന്റ് ചെയ്യാൻ. ഞാൻ അന്ന് അമേരിക്കയിലായിരുന്നു. ആ അപ്പച്ചന്റെ മോന് അല്ലെങ്കിൽ ഈ സഹോദരിയുടെ ഭർത്താവ് അവിടെ ശവപ്പെട്ടി, നമ്മുടെ ഇവിടുത്തെ പോലെ മുക്കിലും മൂലയ്ക്കും ശവപ്പെട്ടി കിട്ടത്തില്ല. അവിടെ പോയി നേരത്തെ ശവപ്പെട്ടി ബുക്ക് ചെയ്യണം. ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് വേണ്ടി 1 മാസം മുമ്പ് അപ്പൻ ശവപ്പെട്ടി ബുക്ക് ചെയ്തു. ശവപ്പെട്ടി ബുക്ക് ചെയ്തിട്ട് അതിന്റെ കാർഡ് കൊടുത്ത് അപ്പൻ ഇത് വെച്ചോളാൻ, അമേരിക്കൻ ദിവസം ഈ കാർഡിനുണ്ടെന്ന് അവർ ശവപ്പെട്ടി തരാമെന്ന്. സ്വന്തം കുഞ്ഞിന് വേണ്ടി ടോണി എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ശവപ്പെട്ടി ബുക്ക് ചെയ്തു, ഫ്യൂണറൽ ഹോം ബുക്ക് ചെയ്തു. ശവസംസ്കാരത്തിന് നമ്മുടെ കൂട്ടം ഇവിടെ വീട്ടിൽ കൊണ്ടുവരാൻ പറ്റുന്ന ശരീരം അവിടെ പൊതുസ്ഥലങ്ങളിൽ അവിടെ കൊണ്ടുവെക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് മരിച്ചു കഴിഞ്ഞ് കൊണ്ടുപോകാനായിട്ട് ഫ്യൂണറൽ ഹോം ബുക്ക് ചെയ്തു. എന്നിട്ട് ഹോസ്പിറ്റലിൽ റൂം അവർക്ക് കൊടുത്തു. കുഞ്ഞ് മരിക്കുമ്പം ദുഃഖം വരികയാണെങ്കിൽ കണ്ണുനീര് ഒപ്പാനായിട്ട് ടിഷ്യൂ പേപ്പർ ഫ്രീ. എന്നിട്ട് പറഞ്ഞു, ഇൻവൈറ്റ് യുവർ പ്രീസ്റ്റ്, നിങ്ങളെ പ്രീസ്റ്റിനെ കൊണ്ടുവരണം. ഞാനും പോയി കേട്ടോ, ഞാനും പോയി. എന്താ പറയാമോ, ശവമടക്കാൻ. അപ്പച്ചനോട് പറഞ്ഞു, അച്ഛാ ലെറ്റ് ഇറ്റ് ഹാവ് എ ഫ്യൂണറൽ സർവീസ്, എ പ്രൈവറ്റ് ഫ്യൂണറൽ സർവീസ്. നമുക്ക് പ്രൈവറ്റ് ആയിട്ട് നമ്മുടെ കുടുംബക്കാർ മാത്രം മതി, ഈ കുഞ്ഞിനെയും കൊണ്ട് നമുക്ക് അടക്കാവുന്നു. സ്വന്തം കുഞ്ഞിന് വേണ്ടി, ഉദരത്തിൽ കിടക്കുന്ന കുഞ്ഞിന് വേണ്ടി ശവപ്പെട്ടി മുക്കിയ ഒരു ടോണിയെ എനിക്കറിയാം. ഞാൻ പറയട്ടെ, ഞങ്ങൾ പ്രാർത്ഥന ഡിസ്കണ്ടിന്യൂ ചെയ്തില്ല. 9 മാസവും ഈ പ്രസവത്തിന്റെ ഡേറ്റ് പറയുന്ന അന്നും ഞങ്ങൾ പ്രാർത്ഥിച്ചു. കരങ്ങളെ കോർത്തു പിടിച്ച് പ്രാർത്ഥിച്ചു, ദൈവമേ ഞങ്ങൾക്ക് നീ അനുകൂലമെങ്കിൽ പ്രതികൂലമാര്? ഈ പെൺകുട്ടി, ഈ ടോണിയുടെ ഭാര്യ പ്രസവിച്ചു ഒരു സുന്ദരനായ ആൺകുട്ടിയെ. 1 മണിക്കൂറാണ് ഡോക്ടർ പറഞ്ഞേക്കുന്നേ, 1 മണിക്കൂർ. ഞാൻ ആ ഹോസ്പിറ്റൽ ആ സമയത്ത് അവിടെ ഇരിപ്പുണ്ട്. ആ നേഴ്സിനോട് പറഞ്ഞു, പ്രീസ്റ്റ് ആർ യു റെഡി, ബിക്കോസ് ദ ബേബി വിൽ ഡൈ ഇൻ 1 hour. കുഞ്ഞ് 1 മണിക്കൂറിൽ മരിക്കും. ടോണിയും റിങ്കും, ഭാര്യയുടെ പേര് റിങ്കു എന്നാണ്, അവള് പ്രസവിച്ച് കൊടുത്തു കുഞ്ഞിനെ. 1 മണിക്കൂർ കഴിഞ്ഞ് കുഞ്ഞ് മരിച്ചില്ല. 2 മണിക്കൂർ കഴിഞ്ഞ് കുഞ്ഞ് മരിച്ചില്ല. 3 മണിക്കൂർ കഴിഞ്ഞ് കുഞ്ഞ് മരിച്ചില്ല. 4 കഴിഞ്ഞു, മരിച്ചില്ല. ഇന്ന് വരെ അവൻ മരിച്ചിട്ടില്ല. ഇന്ന് വരെ അവന് 7 വയസ്സുണ്ട്. ഇപ്പൊ അവന് ഇച്ചിരി ശാരീരികമായ വൈകല്യങ്ങളൊക്കെ ഉണ്ട്, അത് ശരിയാ. പക്ഷെങ്കിൽ മരിക്കുമെന്ന് ഡോക്ടർ 1 മണിക്കൂറിനുള്ളിൽ വിധി എഴുതിയവന്റെ ആയുസ് 7 വർഷം വരെ. അവന് സ്കൂളിൽ പോകാൻ നേരത്ത് അവന്റെ അമ്മ എന്നെ വിളിച്ച് പറഞ്ഞു, അച്ഛാ അവന് ആദ്യമായിട്ട് സ്കൂളിൽ പോകാം, അച്ഛനെ ഫോണിൽ കൂടെ അവന് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചേക്ക്. ഞാൻ ഈ വിളിച്ചു പറയുന്നത് നടന്ന കാര്യമാണ്. റോമാലേഖനം 8 പൗലോസ് അപ്പോസ്തലൻ എഴുതി വെച്ചു, ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമായ. എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഇവിടെ ഇരിപ്പുള്ള നിങ്ങളോട് ഞാൻ പറയട്ടെ, ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമായ. സ്വന്തം പുത്രനെ തരുവാൻ നമ്മുടെ കർത്താവിന് കഴിയുമെങ്കിൽ അവൻ സർവ്വ അനുഗ്രഹങ്ങളും തരുവാൻ കഴിവുള്ളവനാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമുക്ക് എല്ലാവർക്കും എഴുന്നേൽക്കാൻ പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിക്കാം. 7 അനുഗ്രഹങ്ങൾ നമ്മൾ കേട്ടു. 1, നാം ആത്മാവിന്റെ കീഴിലാണ്. 2, നിയന്ത്രണത്തിലാണ്. 3, ഒരു പുതിയ ബന്ധം കർത്താവ് തന്നു. 4, ഒരു പ്രത്യാശ തന്നു. 5, ഒരു സഹായകനെ തന്നു. 6, ഒരു അറിവ് തന്നു. 7, ഒരു ഉറപ്പ് തന്നു. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഈ അനുഗ്രഹങ്ങളുടെ ഉടമസ്ഥരാണ്. ആരെങ്കിലും ഈ അനുഗ്രഹങ്ങളുടെ ഉടമസ്ഥരല്ലെങ്കിൽ തലകളെ മണക്കിക്കാട്ടെ, കണ്ണുകളെ അടച്ചാട്ടെ,
എല്ലാവരും കണ്ണുകൾ അടച്ചാട്ട്. ഈ 7 അനുഗ്രഹങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ, പലപ്പോഴും മരിച്ചാൽ മതി എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ, ഇല്ല മരണം മാത്രമേ ഉള്ളൂ, ഈ രോഗിയായി ഞാൻ മരിക്കുമെന്ന് ഭാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അല്ല നിരാശനായ ജീവിതം അവസാനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, എപ്പോഴും മരണത്തിന് ചിന്തകൾ മാത്രമാണെങ്കിൽ, എന്റെ കൂടെ ആരുമില്ല, എന്റെ പ്രാർത്ഥന ആരും കേൾക്കുന്നില്ലേ, അല്ല ഭർത്താവിനെ സ്നേഹിപ്പാൻ കഴിയത്തില്ലെങ്കിൽ, ഭാര്യയെ സ്നേഹിപ്പാൻ കഴിയത്തില്ലെങ്കിൽ, ഞാൻ ഇന്ന് മറിച്ച് പറയട്ടെ, തലകളെ ഉണക്കി യേശുവിനോട് പറയുമോ, കർത്താവെ അങ്ങേ ഞാൻ സ്വീകരിക്കുന്നു, എന്റെ ഹൃദയങ്ങളിലേക്ക് കടന്നു വരണം. യേശു ക്രിസ്തുവിനെ കർത്താവെന്ന് വായിക്കൊണ്ട് ഏറ്റു പറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തുന്ന ഹൃദയം വിശ്വസം ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. രക്ഷിക്കപ്പെട്ട ഏത് മക്കൾക്കും ഈ 7 അനുഗ്രഹങ്ങളുണ്ട്. ഈ ഉറപ്പില്ലാത്ത ആരെങ്കിലും എന്നോട് നിൽപ്പുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ മനസ്സിൽ നെഞ്ചത്ത് കൈവച്ച് കർത്താവിനോട് പറ, എന്റെ ഉള്ളിലേക്ക് കടന്നു വരണം കർത്താവേ. ആ കർത്താവിനോട് പറ, അങ്ങയുടെ ആത്മാവിനാൽ എന്നെ നിയന്ത്രിക്കണം, എന്നെ അങ്ങയുടെ ആത്മാവിന്റെ അധീനതയിലാക്കണം, അങ്ങയുടെ പ്രത്യാശയിലേക്ക് എന്നെ നയിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. തലകളെ വണക്കി ഒരു നിമിഷം പ്രാർത്ഥിച്ചാട്ട്. വീണ്ടും മണ്ണം സ്നേഹിപ്പാൻ പറ്റുന്നില്ല കർത്താവെ, കോപമാണ് എപ്പോഴും. പ്രാർത്ഥിക്കാമോ? ആത്മാവെ അങ്ങയുടെ ഫലമായ സ്നേഹം കൊണ്ട് എന്നെ നിറയ്ക്കണം കർത്താവെ. പ്രാർത്ഥിക്കാൻ അറിയത്തില്ലെന്ന് പറഞ്ഞ് മാസങ്ങളോളം ഉണ്ടായിരുന്നിട്ടുണ്ട്, വർഷങ്ങളോളം ഉണ്ടായിരുന്നിട്ടുണ്ട്. ഒറ്റ വാക്ക് പ്രാർത്ഥിക്കാൻ കൃപ തരുമ്പോ ആത്മാവ് നിങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ഭാരപ്പെടേണ്ട. അത് വേണ്ട രീതിയിൽ എത്തിക്കുന്ന ഒരു ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുടെ ഉണ്ട്. നാളെ നിങ്ങൾ എഴുന്നേറ്റ് പ്രാർത്ഥിക്കണം. ഏതു ഗുണം എന്നറിവാൻ ഇല്ല ഞാനോ, ഏതു ഗുണം എന്നറിവാൻ എന്നിൽ നാനാ നിന്തിരുനാമം നിമിത്തം നീതിമാർഗ്ഗത്തിൽ പിടിച്ചു നിന്റെ നിത്യം നാളെ അഗ്നിമേഘ തൂണുകള അടിയാനേ അഗ്നിമേഘ. ആമേൻ. സ്തോത്രം. അനുദിനം അപ്പനേക്കാൾ എന്റെ Praise the Lord. എല്ലാവരും തലകൾ വണക്കിക്കണം. ആരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കരുത്. എല്ലാവരും കണ്ണുകളുടെ തലകൾ വണക്കിക്കണം. ഈ 7 അനുഗ്രഹങ്ങളാണ് ക്രിസ്തുവേശുള്ളവർക്കുള്ള ഈ 7 അനുഗ്രഹങ്ങൾ. കർത്താവേ എനിക്കും തരണം എന്ന് ആഗ്രഹമുള്ളവരെ കരങ്ങളെ ഉയർത്തിക്കാം. കർത്താവേ ഈ 7 അനുഗ്രഹങ്ങൾ പ്രാപിപ്പാൻ എനിക്ക് ആഗ്രഹമുണ്ട് എന്ന് ആഗ്രഹമുള്ളവരെ കരങ്ങൾ ഉയർത്തിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ഈ അനുഗ്രഹങ്ങൾക്ക് ഉറവിടമായി മരണമല്ല, ജീവനും സമാധാനവും അന്വേഷിച്ച് മുന്നോട്ട് പോകുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഒരു വാക്ക് പ്രാർത്ഥിക്കാൻ. വാഴ്ത്തപ്പെട്ട കർത്താവേ, റോമാലേഖനത്തിൽ ക്രിസ്തുവേശുള്ളവർക്കുള്ള 7 അനുഗ്രഹങ്ങൾ കർത്താവേ തരുവാൻ മനസ്സായതിനായ സ്തോത്രം. ഈ അനുഗ്രഹങ്ങൾ ഉറപ്പില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ രാത്രികാലം യേശു കടന്നു ചെന്ന ഈ അനുഗ്രഹങ്ങൾ നൽകി, രക്ഷയുടെ ഉറപ്പ് നൽകി, ആത്മാവിന്റെ അനുഗ്രഹങ്ങൾ നൽകി അനുഗ്രഹിക്കണമേ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കുമാറാകണമേ. ആമേൻ. എല്ലാവർക്കും